നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ടേം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേം കോൺസെപ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇത്തരത്തിൽ ചില ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ കറണ്ട് അഫയേഴ്സിലൊക്കെ ഇത്തരത്തിലുള്ള കുറേ നോട്ടുകൾ കാണാം. അപ്പോൾ ഈ കറണ്ട് അഫയേഴ്സിൽ അല്ലെങ്കിൽ ഏതൊരു ടോപ്പിക് ആയാലും മിക്കവാറും ഇത്തരം ടോപ്പിക്കുകളെല്ലാം വി ക്യാൻ സീ ഇൻ ന്യൂസ് പേപ്പേഴ്സ്. എസ്പെഷ്യലി ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് ഹിന്ദു ന്യൂസ് പേപ്പർ റീഡിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ അതെല്ലാം എപ്പോഴും കാലങ്ങളായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ഹിന്ദു ന്യൂസ് പേപ്പറിലെ വായിക്കണം അല്ലെങ്കിൽ വായിക്കേണ്ടതിൻ്റെ പ്രാധാന്യം. സോ ഓക്കെ, അപ്പോൾ അത് ഏത് ടോപ്പിക് ആയാലും അങ്ങനെ പറയാറുണ്ട്. ബിക്കോസ് ഒന്ന് അതിൻ്റെ ലാംഗ്വേജ്, വേറൊന്ന് അതിലെ അതായത് പുതിയൊരു വാക്ക് നമുക്ക് നമ്മളുടെ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാനുള്ള രീതിയിലും ഒരു പുതിയ വാക്ക്. ആൻഡ് പ്ലസ് നമ്മൾ ഒരു ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ഏരിയ, ഇപ്പോൾ സയൻസ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ജോഗ്രഫി, ഏതും ആയിക്കോട്ടെ, ഇത്തരം ഫീൽഡുകളിലെ ചില സ്പെസിഫിക് ആയിട്ടുള്ള ടെർമിനോളജികൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ടേം. സോ ഇത്തരത്തിലൊരു ടേം ചിലത് ഗവൺമെന്റ് കൊണ്ടുവരുന്ന ചില ടേമുകളുണ്ട്. അതായത് ഗവൺമെന്റ് തന്നെ ചില പോളിസികൾക്ക് കൊടുക്കുന്ന പേര് ഉണ്ടായിരിക്കാം. എന്നാൽ അല്ലാതെ ഇപ്പൊ ന്യൂസ് പേപ്പർ കോൺസെപ്റ്റുകളിൽ ഡെവലപ്പ് ചെയ്യുന്ന ചില ടെർമിനോളജികളുണ്ട്. അത് ന്യൂസ് പേപ്പേഴ്സ് തന്നെ അത് ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അത് പിന്നീട് കോമൺ ആയിട്ട് വരുന്ന കുറെ അത്തരം ടെർമിനോളജികളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ടെർമിനോളജി കേൾക്കുമ്പോൾ തന്നെ എല്ലാ ടെർമിനോളജിയും ചിലപ്പോൾ അറിയില്ല. എന്നാൽ സിംപ്ലി നമുക്കൊരു ലോജിക്ക് ഉപയോഗിച്ചാൽ മിക്കവാറും ടെർമിനോളജികൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ പറ്റും. കാരണം അത്ര ടഫ് അല്ല. നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും വി ക്യാൻ ആൻസർ സംതിങ് എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം, ഇത് പൈപ്പ് ലൈൻ എന്നൊക്കെ പറയുമ്പോൾ പൈപ്പുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇതിന്റെ കോമൺ ടെർമിനോളജി എന്ന് പറയുന്നത് ഒന്ന് നാഷണൽ ആണ്, രണ്ടാമത്തത് മോണിറ്റൈസേഷൻ ആണ്. സോ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു മണി. ആൻഡ് മൂന്നാമത്തത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതായത് പണം ഉണ്ടാക്കുക, അത് തന്നെയാണ് മോണിറ്റൈസേഷൻ. സോ ഹൗ ടു മേക്ക് മണി എന്നുള്ളതാണ്. സോ മൂന്നാമതായിട്ട് പൈപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ അതിനുള്ള ചാനലാണ്. സോ ഇതിങ്ങനെയാണ് പല ടെർമിനോളജികൾ നമുക്ക് പഠിക്കാനുള്ള എളുപ്പം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതൊരു എന്താണ് വലിയൊരു ബ്രോഡ് സെൻസിലുള്ള ടെർമിനോളജി ഒന്നല്ല. അടുത്ത കാലത്ത് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത അല്ലെങ്കിൽ ഗവൺമെന്റ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ ഒരു ഐഡിയ ഓഫ് മണി മേക്കിംഗ് എന്ന് പറയാം. അപ്പൊ ഇതില് എഴുതിയിട്ടുണ്ട്, അതായത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ മോണിറ്റൈസ്ഡ് 3.85 lakh crore ഓഫ് അസെറ്റ് ഇൻ 3 years. ഓക്കെ, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്തിട്ടുള്ള കാര്യമാണത്. ഈ നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു ഐഡിയയിലൂടെ എന്ത് ചെയ്തിരിക്കുന്നു, ഇത്രയും രൂപയുടെ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അസെറ്റ് ക്രിയേഷൻ ഉണ്ടാക്കിയിരിക്കുകയാണ്. സോ ഈ അസെറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അസെറ്റ് ആൻഡ് ലൈബിലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ പലരും പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ എക്കണോമിക്സ് ആംഗിളിൽ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ആംഗിളിലൊക്കെ പറയുന്നതാണ് അസെറ്റും ലൈബിലിറ്റിയും. അപ്പൊ ഈ അസെറ്റ് ക്രിയേഷൻ ഉണ്ട്, വേറൊന്ന് നമ്മൾ ഡെയിലി ആവശ്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന തുകയുണ്ട്. രണ്ട് കോൺസെപ്റ്റിൽ പറയാം. അപ്പൊ ഈ അസെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലോങ് ടേമിൽ ഉണ്ടാക്കിയെടുക്കുന്ന കാര്യങ്ങളെയാണ് പൊതുവെ അസെറ്റ് അല്ലെങ്കിൽ പൊതുവെ അസെറ്റ് എന്ന് വിളിക്കുക. അതാണ് ലോങ് ടൈം അസെറ്റ് ഉണ്ട്, ഷോർട്ട് ടൈം അസെറ്റ് ഉണ്ട്. അപ്പോൾ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഇടുന്നത് ലോങ് ടൈം അസറ്റുകൾ ഉണ്ട്. അതായത് FD, ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈമിലേക്ക് ചിന്തിച്ചിട്ടാണ്. ഇതുപോലെ ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുകളിൽ തന്നെ അസറ്റുകളിൽ തന്നെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു തവണ അതിൽ ഫിക്സഡ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ അതെന്താവുന്നു, അത് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതല്ല. ആൻഡ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലാൻഡ് വാങ്ങുന്നു, ലാൻഡ് ഈസ് എ ഫിക്സഡ് അസറ്റ് എന്ന് പറയാം. ലാൻഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. സോ അസറ്റിന്റെ പ്രത്യേകത മണി അപ്രീസിയേഷൻ എന്നുള്ളതാണ് നമ്മൾ ഓർക്കേണ്ട കാര്യം. അതായത് നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലും അതിന്റെ പണം എന്താവണം, അതിന്റെ മോണിറ്ററി വാല്യൂ ഇറ്റ് വിൽ ബി ഇൻക്രീസ്ഡ് ഇൻ ഫ്യൂച്ചർ എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കാറ് വാങ്ങുന്നുണ്ട്. അപ്പോൾ കാറ് വാങ്ങുമ്പോൾ അസറ്റ് ആക്ച്വലി അസറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, കാറ് നോർമലി നമ്മൾ അസറ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാമെങ്കിലും ബട്ട് കാർ ഒരു എക്സ്പെൻസ് ആണ് കൂടുതലും ക്രിയേറ്റ് ചെയ്യുന്നത്. കാറിന് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടുന്നില്ല, വാല്യൂ അഡീഷൻ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. നോക്കിയാൽ അറിയാം, നമ്മളിപ്പോൾ ഗോൾഡ് വാങ്ങുന്നു, ഗോൾഡ് വാങ്ങിയാൽ ഗോൾഡിന്റെ വില എന്താവും, ഒരിക്കലും കുറയില്ല. ഓക്കെ, സംതിങ് കുറച്ച് കുറയാം, പക്ഷെ ലോങ് ടൈമിൽ അതിന് നമുക്ക് ലാഭം തന്നെയാണ്. എന്നാൽ കാറ് അല്ലെങ്കിൽ സ്കൂട്ടർ ഇത്തരത്തിലുള്ള വെഹിക്കിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വെഹിക്കിൾസോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൺസ്യൂമബിൾ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങുമ്പോൾ ഉള്ള വില ഒരിക്കലും എന്ത് ചെയ്യില്ല,
വിൽക്കുമ്പോൾ കിട്ടില്ല. സോ അവിടെ അസറ്റിന് എന്തില്ല, അപ്രീസിയേഷൻ ഇല്ല. അസറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നമ്മളതിനെ പറയാൻ സാധിക്കില്ല. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് അതാണ്, ബാക്ക്ഗ്രൗണ്ട് നോക്കാം. Pursuant to the announcement made in the Union Budget of 2021-22, കുറച്ച് പഴയ ബഡ്ജറ്റാണത്. The National Monetization Pipeline listing potential core assets of central government's ministries, PSEs, for monetization during the period 2021-22 to 24-25 was prepared by Niti Aayog in collaboration with the concerned infrastructure ministries എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ടെർമിനോളജിയിൽ നീതി ആയോഗ് എന്നുള്ള വാക്ക് നമ്മൾ അറിയണം. നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? നീതി ആയോഗിന്റെ ഫുൾ ഫോം എന്താണ്? ഓക്കെ, ഞാൻ ചോദിക്കാം. എന്താണ് ബിന്ദുജ, ഇനി ഐഡിയ? നീതി ആയോഗിന്റെ ഫുൾ ഫോം? ഓഡിബിൾ അല്ലേ ബിന്ദുജ? ഓഡിബിൾ അല്ല. ഓക്കെ ഓക്കെ, വാട്ട് അബൌട്ട്, ഓക്കെ, അനുപമ? സർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോർമിംഗ് ആണോ? യെസ്, ഫുള്ള് കംപ്ലീറ്റ് ആവാൻ ഒരു വേർഡ് കൂടി ഉണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ. ഇന്ത്യ. ഓക്കെ, അതിലൊരു ചെറിയൊരു കറക്ഷൻ ഉള്ളത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇൻ ഇന്ത്യ എന്നാണ് എന്ന് മാത്രം. അതായത് ഓഫ് എന്നല്ല, ഫോർ ആണ്. സോ ഫോർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതാണ്. അതിന്റെ ടെർമിനോളജി ചിന്തിച്ചാൽ അറിയാം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ എന്തിനു വേണ്ടി? ട്രാൻസ്ഫോമിംഗ് ഇന്ത്യയെ മാറ്റിമറിക്കുക അല്ലെങ്കിൽ ഇന്ത്യയെ നന്നാക്കി എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് പോലെ. സോ നീതി ആയോഗ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പറയുന്നതാണ് നീതി. ഫുൾ ഫോം ആണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ NITI എന്നാണ് വരിക. ഇത് അറിയുന്നതാണ് എല്ലാവർക്കും. ഇത് വന്ന ഡേറ്റ് എന്നാണ് ഇത് വന്നത്? അനുഷ, നീതി ആയോഗ് വന്നത് ഏത് വർഷത്തിലാണ്? എന്നാണ് ഡേറ്റ്? വർഷം പറഞ്ഞാലും മതി. അറിയില്ല, മറന്നുപോയി. ഓക്കെ, നീതി ആയോഗ് വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് വന്നത്. ഏത് ഇൻസ്റ്റിറ്റ്യൂഷനെയാ? പഞ്ചവത്സര പദ്ധതികളെ ഇൻസ്റ്റിറ്റ്യൂട്ട്. യെസ്, ഓക്കെ. അതായത് പഞ്ചവത്സര പദ്ധതികൾ, അതായത് 5 year പ്ലാൻസ് നടപ്പിലാക്കിയിരുന്ന പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഇത് വന്നത്. ഓക്കെ, സോ വേറെ എനിവൺ, എന്നാണ് ഈ നീതി ആയോഗ് വന്നത്? വേറെ ആർക്കെങ്കിലും അറിയുന്നവർക്ക് പറയാം. January 1st. യെസ്, എക്സാക്ട്ലി. ഓക്കെ, 2015 January 1st ആണ്. സോ 2014 പ്ലാനിംഗ് കമ്മീഷൻ എന്തായി? ഡിസ്പോസ് ആയി എന്ന് പറയാം. അല്ലെങ്കിൽ പക്ഷേ 5 year പ്ലാൻസ് അന്ന് ഡിസ്പോസ് ആയിട്ടില്ല. 5 year പ്ലാൻസ് എന്ന് പറയുന്നത് 5 വർഷത്തേക്കുള്ള പ്ലാനാണ്. അത് 2012 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് 2017 അവസാനിക്കേണ്ടത്. അത് ഗവൺമെന്റ് അങ്ങനെ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷന്റെ ഫങ്ഷനിങ് ഓട്ടോമാറ്റിക്കലി പുതിയൊരു മോഡലിലേക്ക് എന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തു? നീതി ആയോഗായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഓക്കെ, അപ്പോൾ ഇതിന്റെ വ്യത്യാസങ്ങളുണ്ട്. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ, അല്ലെങ്കിൽ അതൊരു ഒരു ടീമാണ്. ഓക്കെ, പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്ലാനിംഗ് കമ്മീഷൻ. മാത്രമല്ല പ്ലാനിംഗ് കമ്മീഷൻ കൃത്യമായിട്ട് ഓരോ ഫോക്കസ് ഏരിയകൾ പറയും. അതായത് അടുത്ത 5 വർഷത്തേക്ക് കൃഷിയാണ് പ്രാധാന്യം നമ്മൾ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് വിമൺ എംപവർമെന്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതുപോലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, സർവീസ് സെക്ടർ, ഇങ്ങനെ ഓരോ സെക്ടറുകൾക്ക് പ്രാധാന്യം കൊടുത്തിരുന്നു തുടക്കത്തിലെല്ലാം. അപ്പൊ ഈ പ്ലാനിംഗ് കമ്മീഷന് എന്നുള്ള ഒരു ഐഡിയ വന്നത് ഏത് രാജ്യത്തു നിന്നാണ്? എവിടെ നിന്നാണ്? ഏത് രാജ്യത്തിന്റെ ഐഡിയ ആണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ? ഓക്കെ, ഗോപിക, ഇനി ഐഡിയ? പ്ലാനിംഗ് കമ്മീഷൻ എന്നുള്ള ഐഡിയ വന്നത് നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് എടുത്തിട്ടുള്ളതാണ് ഐഡിയ. എനിവൺ? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ, യെസ്. ഓക്കെ, അതായത് USSR എന്നുള്ള പേരിൽ 1920s അത് എടുക്കുന്നത്. നമ്മൾ 1920s അതായത് റഷ്യ എന്ന പേരിൽ നമുക്ക് പറയാൻ പറ്റില്ല, കറക്റ്റ് ഇപ്പൊ പറഞ്ഞത് തന്നെ. അതായത് സോവിയറ്റ് യൂണിയൻ ആണ്. സോ സോവിയറ്റ് യൂണിയനിൽ അത് സ്റ്റാലിൻ എന്ന് പറയുന്ന, ജോസഫ് സ്റ്റാലിൻ എന്ന് പറയുന്ന
റഷ്യൻ ഭരണാധികാരി അല്ലെങ്കിൽ USSRലെ ഭരണാധികാരിയുടെ ഐഡിയ ആയിരുന്നു. സോ ഇറ്റ് വാസ് സോഷ്യലിസ്റ്റിക് പാറ്റേൺ എന്ന് പറയാം, അതായത് അതിനൊരു സോഷ്യലിസ്റ്റ് ഐഡിയ ഉണ്ട്. അപ്പൊ അതിൽ നിന്നാണ് അത് എടുത്തിട്ടുള്ളത്. ഇതേപോലെ നീതി ആയോഗ് വാസ് ടേക്കൺ ഫ്രം, എവിടെ നിന്നാണ് ഇത് എടുത്തിട്ടുള്ളത്? ഇതൊക്കെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ആണ്, ഞാനത് ജസ്റ്റ് ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പോലെ ചോദിച്ചു എന്നേ ഉള്ളൂ. എങ്കിലും ഇതൊക്കെ നമ്മളുടെ എക്കണോമിക് ആംഗിളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഈ എവിടെ നിന്നാണ് നമ്മൾ, ഏത് മോഡൽ ഓഫ് ഡെവലപ്മെന്റ് ആണ് നീതി ആയോഗിന്റെ, ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത്? എനി ഐഡിയ? ഓക്കെ, മേഘ കേൾക്കുന്നില്ലേ? ഓക്കെ, ബിന്ദുജയുടെ ശബ്ദം കേട്ടില്ല. ബിന്ദുജ ഓഡിബിൾ ആണോ? ബിന്ദുജ, മേഘ ഓഡിബിൾ ആണോ? സൗമ്യ, ഓക്കെ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സർ, ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ, യെസ്. സോ ഓക്കെ, സോ ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ കാരണം. അതെ, ഓക്കെ, ഫൈൻ, ഓക്കെ, കുഴപ്പമില്ല. സോ ഓക്കെ, ആൻസർ അപ്പോൾ നിങ്ങൾ പറയണമെന്നില്ല, അതായത് യു ക്യാൻ യൂസ്, എന്താണ്, ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താലും മതി. ചാറ്റ് ബോക്സ് അറിയാലോ, താഴെ ചാറ്റ് എന്ന് പറഞ്ഞ് കാണാം, അതിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. സോ നിങ്ങൾക്കൊക്കെ എല്ലാവരും അങ്ങനെ ആൻസർ ചെയ്യാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഒരാളോട് ആക്ച്വലി ചോദിക്കുന്നില്ല, എല്ലാവരോടായിട്ടുള്ള ചോദ്യം പോലെയാണ്. ബട്ട് നമ്മൾ ഒന്ന്, എന്താണ്, ഓൺലൈനൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആകുമ്പോഴാണ് ഇൻട്രസ്റ്റിംഗ്, ഇല്ലെങ്കിൽ ഇതൊരു ഭയങ്കര ബോറിംഗ് സെഷൻ ആവുമല്ലോ. അപ്പോൾ അത് കാരണം ചോദിക്കുന്നതാ. സോ ഓക്കെ, എല്ലാവർക്കും ആൻസർ പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. സോ യു ക്യാൻ ആൻസർ ത്രൂ ചാറ്റ് ബോക്സ്. പറയണമെന്നില്ല. ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഐഡിയ ഓഫ് നീതി ആയോഗ് ടേക്കൺ ഫ്രം. സോ ഏത് രാജ്യത്തു നിന്നാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, ഞാനൊരു 10 സെക്കൻഡ് തരാം, അതിനുള്ളിൽ ടൈപ്പ് ചെയ്തിട്ടാൽ മതി. അത് കഴിഞ്ഞാൽ ആൻസർ പറയാം. എനി വൺ ഐഡിയ? ഓക്കെ, സോ നീതി ആയോഗ് എന്ന് പറയുന്നത് ടേക്കൺ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് കനേഡിയൻ മോഡലാണ്, അതായത് കനേഡിയൻ മോഡൽ ഓഫ് ഡെവലപ്മെന്റിൽ നിന്നാണ്. അപ്പൊ അത് നോക്കിയാൽ അറിയാം, നീതി ആയോഗ് ഒരു പ്ലാനിംഗ് കമ്മീഷന്റെ പോലെയല്ല, ചെയർമാൻ, വൈസ് ചെയർമാൻ ഒക്കെ ഉണ്ട്. പ്ലസ് വേറൊരു പോസ്റ്റ് കൂടി ഉണ്ട്, CEO എന്ന് പറയുന്ന പോസ്റ്റ്. ഓക്കെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. സോ ഈ CEO എന്ന് പറയുന്ന പോസ്റ്റ് നമ്മൾ ഒരിക്കലും ഗവൺമെന്റ് മെക്കാനിസത്തിൽ അധികം കാണില്ല. അതൊരു പ്രൈവറ്റ് MNC-കളിലേ കാണുള്ളൂ. അതായത് മൾട്ടിനാഷണൽ കമ്പനികളിൽ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികളുടെ മാനേജ്മെന്റ് സ്ട്രക്ചറിൽ കാണുന്ന ഒരു പോസ്റ്റാണ് CEO. അപ്പൊ അത് അതിന്റെ പ്രൊഫഷണലിസം ആണ് ആക്ച്വലി കാണിക്കുന്നത്. കാരണം ഗവൺമെന്റ് സിസ്റ്റം ആണ് എന്നതുകൊണ്ട് പ്രൊഫഷണലിസം പാടില്ല എന്നില്ല. സോ അതാണ് ഇപ്പോൾ വരുന്ന ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് നീതി ആയോഗിന്റെ മോഡൽ എന്ന് പറയുന്നത് ഈവൻ ദ ഗവൺമെന്റ് സെക്ടർ ആൾസോ നീഡ് ടു ബി ചേഞ്ച്, അല്ലെങ്കിൽ നീഡ് ടു ബി വർക്കിംഗ് ആസ് എ പ്രൈവറ്റ് കമ്പനി എന്ന് പറയാം, അല്ലെങ്കിൽ പ്രൈവറ്റിനെ പോലെയോ അല്ലെങ്കിൽ അതിന്റെ മികച്ച രീതിയിൽ ഇറ്റ് ഷുഡ് ബി കോമ്പറ്റേറ്റീവ്, നല്ല രീതിയിൽ കോമ്പറ്റേറ്റീവായി വർക്ക് ചെയ്യണം. ആൻഡ് പ്രൊഫഷണലിസം വേണം. യു ഹാവ് ടു അപ്ഡേറ്റ് യുവർ സ്കിൽസ്. സോ അങ്ങനെ ഒരു പുതിയ മോഡലാണത്. പുതിയ മോഡൽ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഗവൺമെന്റ് സെക്ടറിൽ പല ഫീൽഡുകളിലും, ഇപ്പോൾ ബാങ്കിലായാലും അല്ലെങ്കിൽ പല ഗവൺമെന്റ് സെക്ടറുകളിലൊക്കെ നമ്മൾ ഒരു പദ്ധതി ഗവൺമെന്റുകളുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് കർമ്മയോഗി എന്ന് പറഞ്ഞിട്ട്, മിഷൻ കർമ്മയോഗി. സോ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മിഷൻ കർമ്മയോഗി എന്ന് പറയുന്നതിലൂടെ പ്രൊഫഷണലിസം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ചേഞ്ചിങ് കോൺസെപ്റ്റ് ആണ്. നമുക്കത് ഇപ്പോൾ ഗവൺമെന്റ് സെക്ടറിൽ ഗവൺമെന്റിലേക്ക് ജോലി കിട്ടുന്ന ആൾക്കാരൊക്കെ, ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്ന ഒരു ഫീച്ചർ ഉണ്ട്, അധികം എന്ത് വേണ്ട, ജോലി കുറവാണ്, ശമ്പളം ഇഷ്ടം പോലെ കിട്ടും, അല്ലെങ്കിൽ ഗവൺമെന്റിൽ എന്തില്ല, സെക്യൂരിറ്റി ഉണ്ട്, ഓക്കെ, ജോബ് സെക്യൂരിറ്റി ഉണ്ട്, പിരിച്ചുവിടില്ല. സോ ഇങ്ങനെയുള്ള കുറെ അസംഷൻസ് അല്ലെങ്കിൽ ധാരണകൾ നമുക്കുണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഗവൺമെന്റ് ജോലിക്ക് കാലങ്ങളായിട്ടുള്ള ഒരു എന്ത് വരുന്നത്. ഓക്കെ, അബ്സല്യൂട്ട്ലി അത് കറക്റ്റ് ആണ് സെക്യൂരിറ്റിയുടെ ആംഗിളിൽ. മറ്റുള്ള ആംഗിളുകളിൽ ഇപ്പൊ ഗവൺമെന്റ് സിസ്റ്റം ഒക്കെ മാറി. ഓക്കെ, ഗവൺമെന്റ് സിസ്റ്റവും വളരെയധികം വർക്ക്, പക്ഷേ ഓക്കെ, ശരിയാണ്, ശമ്പളം നല്ല രീതിയിൽ, സെൻട്രൽ ഗവൺമെന്റ് ഒക്കെ ആണെങ്കിൽ നല്ല സാലറീഡ് ആണ്. ആൻഡ് ഇപ്പൊ നിങ്ങൾക്ക് കാണാം, പുതിയ പേ കമ്മീഷൻ റിവിഷനെ കുറിച്ചുള്ള പ്രപ്പോസൽ വെച്ചിട്ടുള്ളൂ. അത് ഇനി കമ്മീഷൻ വന്നിട്ടില്ല. കമ്മീഷൻ അത് വന്ന് റെക്കമെൻഡേഷൻ വെക്കും. അത് 2026 വെക്കാൻ പോകുന്നത്. അപ്പൊ എത്രാമത്തെ പേ കമ്മീഷനാണ് ഇപ്പൊ വരാൻ പോകുന്നത്? ഇനി എത്രാമത്തെ പേ കമ്മീഷനാണ് വരാൻ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിൽ?
കണ്ടില്ലേ എല്ലാവരും? ഓക്കെ, അത് കണ്ടതല്ലേ? പേ കമ്മീഷന്റെ വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ. അനുപമ ഓക്കെ ആണോ? അറിയില്ല സർ. ഓക്കെ, ആൻഡ് എനിവൺ, ആരെങ്കിലും ആ ന്യൂസ് കണ്ടിരുന്നോ? കൃഷ്ണപ്രിയ, അതായത് അടുത്ത് ഇപ്പൊ വരാൻ പോകുന്ന പേ കമ്മീഷനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. സെൻട്രൽ ഗവൺമെന്റ് പേ കമ്മീഷനാണ്. അത് 10 വർഷം കൂടുമ്പോഴാണ് ഒരു പേ കമ്മീഷൻ വരിക. അപ്പൊ അതിലൂടെയാണ് റിവിഷൻ വരിക. കഴിഞ്ഞ പേ കമ്മീഷൻ 2016 വന്നത്. അപ്പോൾ 2026 എന്താവും? 10 വർഷം തികയും. അപ്പോൾ 26 പുതിയ കമ്മീഷൻ വരണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു കുറെ റെക്കമെൻഡേഷൻസ് വെക്കും. ശമ്പളത്തിലും DA-യിലും ഒക്കെ വരുന്ന മാറ്റങ്ങളാണ് അത്. അതിലെ ചില പ്രപ്പോസലൊക്കെ വെച്ച് പറയുന്നത് ഇറ്റ്സ് മിനിമം സാലറി തന്നെ വലിയ വലിയ വർധനവ് വരും. അപ്പൊ അത് നിസാര വർധനവല്ല. ഓക്കെ, അപ്പൊ അത് സെൻട്രൽ ഗവൺമെന്റ് ജോബ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ കാരണം ശരിയാണ്, വളരെ എന്താണ് ചാമിങ് കോൺസെപ്റ്റിലുള്ളത് തന്നെയാണ്. ഓക്കെ, സോ 8th ഇനി വരാൻ പോകുന്നത് 8th പേ കമ്മീഷനാണ്, 8ാമത്തെ പേ കമ്മീഷനാണ്. ഓക്കെ, അപ്പൊ അത് ഇതൊക്കെ അറിഞ്ഞിരിക്കണം. കാരണം നമ്മൾ എസ്പെഷ്യലി നമ്മൾ ഇങ്ങനത്തെ ഫീൽഡുകൾ ജോബ് ആസ്പിറന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയണം. പ്ലസ് ആസ് എ ജനറൽ കോൺസെപ്റ്റിലും അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏരിയ ഗവൺമെന്റ് ഇത്തരത്തിൽ മുമ്പുണ്ടായിരുന്ന രീതികളിൽ നിന്നുള്ളൊരു മാറ്റമാണ് ഇവിടെ നമ്മൾ പറയുന്ന. ഇതൊക്കെ പറയാൻ കാരണം അതാണ്, ഗവൺമെന്റ് ഓൾസോ മേക്കിംഗ് മണി. ഓക്കെ, മുൻപുള്ള പോലെ ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട്. ആക്ച്വലി ഒരുപാട്, ഇപ്പൊ ഇന്ത്യൻ റെയിൽവേ അറിയാലോ, റെയിൽവേയുടെ കയ്യിൽ ഒരുപാട് സ്ഥലമുണ്ട്. റെയിൽവേ പോലെ ഓക്കെ, ഗവൺമെന്റിന്റെ കയ്യിൽ ഇഷ്ടം പോലെ ഡിഫൻസിന്റെ ഏരിയയിൽ, അതുപോലെ പല പല ഡിപ്പാർട്ട്മെന്റുകൾക്കും, പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾക്കും സ്റ്റേറ്റ് ആയിക്കോട്ടെ സെൻട്രൽ ആയിക്കോട്ടെ, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലൊക്കെ ഒരുപാട് അസറ്റ് ഉണ്ട്. അസറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രോപ്പർട്ടി ആയിട്ടാവാം. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വെറും ലാൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ ഉണ്ട്. സോ കുറെ ഉണ്ട്. അപ്പൊ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഇത്തരം സ്ഥലങ്ങൾ, വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളെയും അല്ലെങ്കിൽ വെറുതെ ബിൽഡിങ് കിടക്കുന്നതൊക്കെ എന്ത് ചെയ്യാം, ഇറ്റ് ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഇൻ എ മോണിറ്ററി മാനർ എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർ ചെയ്യുന്ന കുറെ രീതികൾ അവർ ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ എഴുതിയിട്ടുള്ളത്. അതായത് മോണിറ്റൈസേഷൻ പ്രൊജക്റ്റിലൂടെ നീതി ആയോഗിന്റെ റെക്കമെൻഡേഷനിലാണ് ഇത് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, അസറ്റ് ക്രിയേഷനിലൂടെ പണം ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പൊതുവെ അങ്ങനെയുണ്ട്. ഇപ്പൊ ഗവൺമെന്റിന്റെ ചില ഭൂമിയൊക്കെ പ്രൈവറ്റിന് എന്ത് ചെയ്യുക, ലീസിന് കൊടുക്കും, അല്ലെങ്കിൽ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെന്റ് ബിൽഡിംഗ് പണിതിട്ടിട്ട് അത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ അതിൽ ചില പ്രപ്പോസലുകൾ അതാണ്, റെയിൽവേയുടെ കിടക്കുന്ന കുറെ ഭൂമികളുണ്ട്. അപ്പൊ ഈ റെയിൽവേയുടെ ഇത്തരം ഭൂമികളിലൊക്കെ ഒന്ന് മോഡേണൈസ് ചെയ്തിട്ട് അത്തരം, അതായത് നിയർ ബൈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്തൊക്കെ എന്ത് ചെയ്യുക, ഹോട്ടൽ ഫെസിലിറ്റികളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളത് ഗവൺമെന്റ് തന്നെ, അതായത് റെയിൽവേ IRCTC എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരത് എന്ത് ചെയ്യും, നടപ്പിലാക്കും. സോ അങ്ങനെ, അപ്പോൾ നോർമലി അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിൽ പണം ഉണ്ടാക്കുന്ന രീതിയാണ്. സോ ഗവൺമെന്റിലേക്ക് അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യും, വരുമാനം വരും. സോ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് മോണിറ്റൈസേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം, ഇവിടെ ഒരു ടേം നോക്കേണ്ടതുണ്ട്. ഇതിൽ ഈ പറഞ്ഞ അബൌട്ട് അസെറ്റ് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞ ഹെഡ്, അതിൽ എഴുതിയിട്ടുള്ള കുറെ, രണ്ടാമത്തെ പോയിന്റ് എഴുതിയിട്ടുണ്ട്. എ പബ്ലിക് അസെറ്റ് ക്യാൻ ബി എനി പ്രോപ്പർട്ടി ഓൺഡ് ബൈ ദ പബ്ലിക് ബോഡി, റോഡ്, എയർപോർട്ട്, റെയിൽവേസ് സ്റ്റേഷൻസ്, പേപ്പർ ലൈൻസ്, മൊബൈൽ ടവേഴ്സ്, ട്രാൻസ്മിഷൻ ലൈൻസ് എക്സെട്ര, ഓർ ഈവൻ ലാൻഡ് ദാറ്റ് റിമെയിൻസ് അൺയൂട്ടിലൈസ്ഡ്. അതാണ് നമ്മളിപ്പോൾ പറഞ്ഞതും. വെറുതെ കിടക്കുന്ന ഭൂമി ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, ഇത്തരത്തിലുള്ള എല്ലാ ഗവൺമെന്റ് പ്രോപ്പർട്ടികളെയും എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക നന്നായിട്ട്. ഇതിൽ 4ാമത്തെ പോയിന്റിൽ എഴുതിയിരിക്കുന്നു, മോണിറ്റൈസേഷൻ ഈസ് ഡിഫറെന്റ് ഫ്രം പ്രൈവറ്റൈസേഷൻ. ഇൻ ഫാക്ട് ഇറ്റ് സിഗ്നിഫൈസ് ദ സ്ട്രക്ചേർഡ് പാർട്ണർഷിപ്പ് വിത്ത് ദ പ്രൈവറ്റ് സെക്ടർ അണ്ടർ സർട്ടൻ കോൺട്രാക്ച്വൽ ഫ്രെയിം വർക്ക്. ഓക്കെ, അപ്പൊ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രൈവറ്റ് ട്രെയിൻ ഓടി ഏത് റൂട്ടിലാണ്? ഫസ്റ്റ് പ്രൈവറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ഏത് റൂട്ടിലാണെന്ന് അറിയോ? അല്ലെങ്കിൽ അതിന്റെ പേര്, ഫസ്റ്റ് പ്രൈവറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ആൻഡ് ദ നെയിം ഓഫ് ദ ട്രെയിൻ, റൂട്ട് ആൻഡ് നെയിം ഓഫ് ദ ട്രെയിൻ. മുംബൈ. ഏതാണ്? താനെ, മുംബൈയില്. മുംബൈയിൽ തന്നെ. ഓക്കെ, അത് ഫസ്റ്റ് ട്രെയിൻ ആണ്, അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ട്രെയിൻ. ഓക്കെ, അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഓടിയ ട്രെയിനിന്റെ ആണ് 1853 ബോംബെ ടു താനെ എന്ന് പറയുന്നത് ഫസ്റ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ ഇൻ 1853.
ഓക്കെ, ഇതല്ല, ഇത് ചോദിച്ചത് വിവേക് വിവേക് എക്സ്പ്രസ് ആണ്. വിവേക് എക്സ്പ്രസ് അത് വേറൊരു കോൺസെപ്റ്റ് ആണ്. അതായത് വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ദൂരം ഓടുന്ന ട്രെയിൻ, അതായത് ദ ലോങ്സ്റ്റ് റണ്ണിങ് ട്രെയിൻ ഇൻ ഇന്ത്യ ആണ് വിവേക് എക്സ്പ്രസ്. അത് ആസാമിലെ ദിബ്രുഗഡ് എന്ന് പറയുന്ന സ്ഥലം തൊട്ട് ആം, കന്യാകുമാരി വരെ. ഓക്കെ, അത് ലോങ്സ്റ്റ് ട്രെയിൻ ആണ്. വിവേക് എക്സ്പ്രസ് എന്ന് പറയുന്നത് ഇൻ ദ നെയിം ഓഫ് സ്വാമി വിവേകാനന്ദ. ഓക്കെ, വിവേകാനന്ദന്റെ പേരിൽ സ്റ്റാർട്ട് ചെയ്തൊരു ട്രെയിൻ എന്നുള്ളതാണ്. ഇറ്റ്സ് ദ ലോങ്സ്റ്റ് ട്രെയിൻ. ഓക്കെ, ഇത് രണ്ട് വേറെ കോൺസെപ്റ്റ് ആണ്. ഇപ്പൊ നമ്മൾ ഇവിടെ ചോദ്യം പ്രൈവറ്റ് ട്രെയിൻ, അതായത് നമുക്കറിയാം ഇന്ത്യയുടെ ട്രെയിൻ പ്രൈവറ്റ് അല്ല. ഓക്കെ, ഇന്ത്യയിലെ എല്ലാ ട്രെയിനും നടത്തുന്ന ആരാ? റെയിൽവേ ആണ്. പ്രൈവറ്റ് ട്രെയിൻ ഇല്ല എന്നല്ല, ഒരു കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ട്രെയിനൊക്കെ ഉണ്ട്. പക്ഷെ അത് ചരക്ക് തീവണ്ടി പോലെ വളരെ ചെറിയൊരു റൂട്ടിൽ ഓടുന്നുണ്ട്. ഇത് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഇതല്ല, ഇത് ജനങ്ങള് യാത്ര ചെയ്യുന്ന ഒരു ട്രെയിൻ സർവീസ്, ഒരു റൂട്ട്, അത് എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രൈവറ്റൈസ് ചെയ്തിരിക്കുകയാണ്. റൂട്ടല്ല ആക്ച്വലി പ്രൈവറ്റൈസ് ചെയ്തിരിക്കുന്നത്, അതാണ് അവിടുത്തെ ഒരു പോയിന്റും. ട്രെയിൻ പ്രൈവറ്റ് എന്ന് വിളിക്കുന്നു, പക്ഷെ പ്രത്യേകത ട്രെയിൻ പ്രൈവറ്റും അല്ല. ആക്ച്വലി ഇന്ത്യൻ റെയിൽവേയുടെ ട്രെയിൻ അതിനെ വിളിക്കുന്നത് പക്ഷെ ഇങ്ങനെയാണ്, ഫസ്റ്റ് പ്രൈവറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നു. ആ ട്രെയിനിന്റെ പ്രത്യേകത, അതില് സ്റ്റാഫുകൾ, ഉള്ളിലുള്ള സ്റ്റാഫുകളെല്ലാം തന്നെ ഒരു കമ്പനിക്കാണ് അത് വിട്ടുകൊടുത്തിരിക്കുന്നത്. അതായത് ട്രെയിനിന്റെ മാനേജ്മെന്റും സർവീസും അതുപോലെ തന്നെ ഇറ്റ്സ് ലൈക്ക് എന്തുപോലെ ഒരു ഫ്ലൈറ്റ് ഒക്കെ പോലെ. ഓക്കെ, അതായത് അവർ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ എന്താണ് എയർ ഹോസ്റ്റസ് അല്ലെങ്കിൽ എയർ ക്രൂ മെമ്പേഴ്സ് ഉണ്ട്. ഇതുപോലെ ട്രെയിനിലും ട്രെയിൻ മെമ്പേഴ്സിനെ വെച്ചിട്ട് മാനേജ് ചെയ്യലാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യും, വളരെ കുറച്ചുകൂടി ബെറ്റർ രീതിയിലാണ്. അതുപോലെ എന്താണ്, നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി അവർ വരും. സോ അങ്ങനെ കുറച്ചും കൂടി പ്രൊഫഷണൽ ആണ്. അപ്പോൾ അതിന്റെ ഉള്ളിലുള്ള ക്ലീനിങ് എല്ലാ ഫെസിലിറ്റികളും പ്രൈവറ്റ് കമ്പനികളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഓഫർ എന്ന് പറയുന്നത്, ഈ ട്രെയിൻ കൃത്യസമയത്ത് എത്തിയില്ലെങ്കിൽ, അതായത് ഈ പറയുന്ന റൂട്ടിൽ ഒരു സമയം പറയുന്നുണ്ട്, ഈ സമയത്തിനുള്ളിൽ എത്തിയില്ലെങ്കിൽ ദേ വിൽ റിട്ടേൺ യുവർ മണി എന്നൊക്കെയാണ് തുടക്കത്തിൽ പറഞ്ഞു തന്നത്. അപ്പോൾ അത് ഓടുന്നത്, ആദ്യത്തെ ട്രെയിൻ ഓടിയത് ഡൽഹി ടു ലക്നൗ ആണ്. ഓക്കെ, ലക്നൗ, അതായത് ഉത്തർപ്രദേശിന്റെ ക്യാപിറ്റലായ ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്കാണ് ഉണ്ടായത്. അതിന്റെ പേര് ഐ തിങ്ക് വേറൊരു പേരാണ്. ഓക്കെ, അത് പറയാം. അതായത് അതിന്റെ എല്ലാത്തിന്റെയും പേര് ഒന്ന് തന്നെയാണ്. 2 ട്രെയിനാണ് ഇതുവരെ ഓടിയിട്ടുള്ളത്. ഒന്ന് ഈ പറയുന്ന ലക്നൗ ടു ഡൽഹി റൂട്ടും, ആൻഡ് സെക്കൻഡ് ട്രെയിൻ ഇൻ ബിറ്റ്വീൻ അഹമ്മദാബാദ് ടു മുംബൈ. സോ ഇങ്ങനെ 2 ട്രെയിനുകളാണ് ഓടിയിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും ഒരേ മോഡൽ ട്രെയിനുകളാണ്, ഇതേപോലെയാണ് ഓടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം, ഈ ട്രെയിൻ പ്രൈവറ്റൈസ് ചെയ്തിട്ടില്ല. നമ്മളിങ്ങനെ ഒരു ടേമിൽ കേൾക്കുമ്പോൾ തോന്നുക ഇന്ത്യൻ റെയിൽവേ പ്രൈവറ്റൈസ് ചെയ്തു, അങ്ങനെയല്ല. പ്രൈവറ്റ് റെയിൽവേ സിസ്റ്റത്തിന്റെ ചില ഭാഗങ്ങളെ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ റെയിൽവേ സ്റ്റേഷനുകളിൽ പോയാൽ കാണാം, ഒരുപാട് കടകളുണ്ട്, ഒരുപാട് ഹോട്ടൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ അവിടെ കട നടത്തുന്നുണ്ട്. സോ ഇവർക്കൊക്കെ എന്ത് കൊടുത്തിരിക്കുക? ഇതൊക്കെ റെയിൽവേയുടെ സ്വന്തം ആൾക്കാരൊന്നുമല്ല, അറിയുന്നതാണ്, റെയിൽവേയുടെ സ്റ്റാഫ് ഒന്നുമല്ല എല്ലാവരും. പക്ഷെ അവിടെ അവർക്ക് പെർമിഷൻ കൊടുത്ത് അവിടെ വെച്ച് വിൽക്കാം. സോ റെയിൽവേ തന്നെ അതിനുള്ള, നമുക്കത് ഏജൻസി പോലെ എടുക്കാം റെയിൽവേയുടെ ഏരിയ. സോ അതിൽ എന്ത് കിട്ടും? പക്ഷെ അതിനുള്ള പ്രത്യേകത, കൃത്യമായ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്, അത് പാലിക്കണം. സോ അത് വെച്ചുകൊണ്ട് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പ്രത്യേകത. ഓക്കെ, അപ്പോൾ നോർമലി അത് അറിഞ്ഞിരിക്കുക. സോ നെക്സ്റ്റ്, അപ്പൊ ഇവിടെ NNMP എന്ന് പറയുന്ന സംഭവം പറയാൻ അതാണ് കാരണം. then ഇവിടെ എഴുതിയിട്ടുണ്ട്, അതായത് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ, യൂണിയൻ മിനിസ്റ്റർ ഫോർ ഫിനാൻസ് ആൻഡ് കോർപ്പറേറ്റ് അഫയേഴ്സ് on 23rd August 2021 launched the asset monetization pipeline of central ministers and public sector entities as national monetization pipeline. അതിനെ അങ്ങനെ വിളിക്കുന്നു. It is considered as one of the key factors in fulfilling government's goal. ഓക്കെ, ഇതിലല്ലാതെ വേറെ ഒന്നുമില്ല. ഇതിൽ പിന്നെ എങ്ങനെയൊക്കെ ഗവൺമെന്റ് കാശ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ എല്ലാ എത്ര സെക്ടറുകൾ, ഇപ്പോൾ 13 സെക്ടറുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെന്നും അതിൽ എയർപോർട്ട്, റെയിൽവേ, റോഡ്, ഷിപ്പിംഗ് ഇങ്ങനെയുള്ളതൊക്കെ വരും എന്നും പറയുന്നു. സോ അതാണ് നാഷണൽ മോണിറ്റൈസിങ് പൈപ്പ് ലൈൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ചെനാബ് റിവർ എന്ന് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേ അച്ചീവ്ഡ് എ ഹിസ്റ്റോറിക് മൈൽ സ്റ്റോൺ ബൈ കണ്ടക്ടിങ് എ സക്സസ്ഫുൾ ട്രയൽ റൺ ഓൺ ചെനാബ് റെയിൽ ബ്രിഡ്ജ്. അതൊരു പുതിയ ലേറ്റസ്റ്റ് കറന്റ് കോൺസെപ്റ്റ് കൂടിയാണ്. അതിന്റെ
ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു അടുത്ത കാലത്ത്. ഉദ്ഘാടനം എന്ന് പറഞ്ഞാൽ ആ റൂട്ടിൽ ട്രെയിൻ ഓടി തുടങ്ങി. സോ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബ്രിഡ്ജ് ഇൻ ഇന്ത്യ എന്ന് പറയാം, അല്ലെങ്കിൽ ഹയസ്റ്റ് ഒരു ആൾട്ടിറ്റ്യൂഡിലൊക്കെ ഉള്ള ഒരു ബ്രിഡ്ജാണത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എഴുതിയിട്ടുണ്ട്, ബാക്ക്ഗ്രൗണ്ട് എഴുതിയിരിക്കുന്നു. സ്റ്റാൻഡിങ് 1178 feet above the Chenab River, the bridge is 35 meters taller than Paris' iconic Eiffel Tower. The bridge runs between Bakkal and Kauri in the Razai district of Jammu and Kashmir and forms a crucial link from Katra to Banihal. സോ കത്ര ടു ബനിഹാൾ റൂട്ടിൽ ഓടുന്ന ട്രെയിനാണിത്, അല്ലെങ്കിൽ ട്രെയിൻ ഓടാനുള്ള പാലമാണിത്. ഈ പാലത്തിന്റെ പ്രത്യേകത, ഇതിന്റെ ഫീറ്റ് എന്ന് പറയുന്നത് 1178 feet ആണ്. ഓക്കെ, സോ ഇതിന്റെ സ്പെഷ്യലി അതിലെ ക്വസ്റ്റ്യനുകളിൽ ചില മിക്കവാറും ന്യൂസുകളിൽ കണ്ട ഇതിന്റെ USP, അതായത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 35 meters taller than പാരീസ് ഇഫൽ ടവർ. ഓക്കെ, ഇഫൽ ടവറിനേക്കാൾ ഉയരമുള്ളതാണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ബിക്കോസ് അതിന് കാരണം എന്തുകൊണ്ടാണ് ഈ ഈഫൽ ടവർ നമ്മൾ കമ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഈഫൽ ടവർ നിർമ്മിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും വിത്ത് സ്റ്റീൽ അല്ലെങ്കിൽ മെറ്റാലിക് ആണ്, പൂർണ്ണമായിട്ടും മെറ്റാലിക് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു നിർമ്മിതിയാണ്. ഇതേപോലെയാണ് ഈ ബ്രിഡ്ജ് ഉള്ളത്. ഈ ബ്രിഡ്ജിന്റെയും സ്ട്രക്ചറിലും അതിൽ ഉപയോഗിച്ചിട്ടുള്ളതൊക്കെ മിക്കവാറും ഇതേ മോഡലിലാണ്. സോ അത്തരത്തിലുള്ള ഉയരം കൂടിയൊരു നിർമ്മിതി. അപ്പൊ ഇതിന്റെ പ്രത്യേകത, ഇത് ജമ്മു കാശ്മീരിലാണ് കണക്ട് ചെയ്യുന്നത്. അത് കത്ര ടു ബനിഹാൾ, ഇത് രണ്ടും. കത്ര എന്ന് പറയുന്നത് ആക്ച്വലി അത് ജമ്മുവിന്റെ ഭാഗത്താണ് വരിക. സോ ജമ്മു ആൻഡ് കാശ്മീരിനെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബ്രിഡ്ജ് പോലെയും ഇതിനെ പറയാം. സോ ഓക്കെ, അതിന്റെ പ്രത്യേകത അതൊക്കെയാണ്. അപ്പൊ ഈ ചിനാബ് റിവർ പറയുമ്പോൾ, ഈ ചിനാബ് ഉൾപ്പെടെ വേറെയും ചില റിവറുകൾ ഉണ്ട്. ഇതെല്ലാം സിന്ധു എന്ന് പറയുന്ന റിവറിന്റെ ട്രിബ്യൂട്ടറിയാണ്. അപ്പൊ എത്ര ട്രിബ്യൂട്ടറീസ് ആണ് സിന്ധുവിനുള്ളത്? സിന്ധുവിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് ചിനാബ്. ഇതുപോലെ വേറെ എത്ര ട്രിബ്യൂട്ടറീസ് ഉണ്ട്? ഇനി ഐഡിയ? സിന്ധു റിവർ അറിയാലോ. സിന്ധു എന്ന് പറയുന്നതിന് വേറൊരു പേരാണ് ഇൻഡസ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒക്കെ വരുന്നത് അതിലാണ്. ഇൻഡസിന്റെ ഒരു ട്രിബ്യൂട്ടറിയാണ് ചിനാബ്. ഇതേപോലെ വേറെയും ട്രിബ്യൂട്ടറീസ് ഉണ്ട്. എത്ര എണ്ണം ഉണ്ട്? ടോട്ടൽ ട്രിബ്യൂട്ടറീസ് എത്ര എണ്ണമാണ്? എത്രയാണ്? ഓക്കെ, എത്രയാണ് രശ്മി? സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസ് എത്ര എണ്ണം ഉണ്ട് രശ്മി? 20 ട്രിബ്യൂട്ടറി ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ആക്ച്വലി ട്രിബ്യൂട്ടറി അറിയാലോ എന്താണ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രിബ്യൂട്ടറി? എന്താണ്? എനിവൺ? സെനത്ത് ഓഡിബിൾ അല്ലേ? സെനത്ത് ഓക്കെ അല്ലേ? ഹലോ, സെനത്ത് ആൻഡ് ഓക്കെ സൂരജ്. ഓക്കെ, സൂരജ് ഇല്ല അല്ലേ? സൂരജ് പോയ. ഓക്കെ, ആൻഡ് ബിൽഹ? 5 ആണോ സാർ? ഓക്കെ 5 ആണ്. യെസ്. ഓക്കെ, അപ്പൊ എന്താണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ട്രിബ്യൂട്ടറി ഓഫ് എ റിവർ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണത്, അല്ലെങ്കിൽ ജോഗ്രഫിയിലൊക്കെ ആൻഡ് സ്കൂൾ ലെവലിലൊക്കെ പഠിച്ചിട്ടുള്ള സംഭവം ആണെങ്കിൽ പോലും നമുക്കിപ്പോൾ അത് പ്രാക്ടിക്കലി അറിയണം. സോ എന്താണ് ട്രിബ്യൂട്ടറി? അതായത് ഈ ചെറിയ റിവർ ഒക്കെ വലിയ ഫ്ലോ ചെയ്യണത്, സ്മോൾ റിവർ. ചെറിയ റിവേഴ്സ്. യെസ്, ചെറിയ റിവറുകൾ. ലാർജ് അതിന് ലേക്ക്. അതിന് വേറെ എക്സാമ്പിൾ ഏതെങ്കിലും പറയാൻ പറ്റുമോ? വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഇതുപോലെ? സത്ലജ്. സത്ലജ്. ഓക്കെ, ഇപ്പൊ ചിനാബ് പറഞ്ഞു, വേറെ ഒന്ന് സത്ലജ്. ഓക്കെ, ദെൻ പിന്നെ പേരുകൾ അറിയാവുന്നത്? കറക്റ്റ് ആണ്, സത്ലജ് വരുന്നുണ്ട്, ചിനാബ് വരുന്നുണ്ട്, പിന്നെ രവി. രവി. ഓക്കെ,
ബി ബീസ്. ഓക്കെ. BEAS, അതായത് ബീസ് ഓർ ബിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ബിയാസ്. ഓക്കെ. ദെൻ അയ്യോ പിന്നെ ഓർമ്മയില്ല സർ. ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉള്ളൂ. ഇപ്പൊ 4 ജലം അങ്ങനെ എന്താ? യെസ്. ഓക്കെ. ജലം. സോ ഈ 5 ഇപ്പൊ പറഞ്ഞത് കറക്റ്റ് ആണ്. 5 ഏതിന്റെ ട്രിബ്യൂട്ടറീസ്? എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് കറക്റ്റ്. ഓക്കെ. ഇതൊക്കെയാണ് ചിനാബ്, ഝലം, സത്ലജ്, ബിയാസ്, രവി. അപ്പൊ ഇതാണ് ഇപ്പൊ പറഞ്ഞ സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസ്. സോ ഇതുപോലെ ഇപ്പൊ ഗംഗ റിവറിന് ട്രിബ്യൂട്ടറീസ് ഉണ്ട്, ബ്രഹ്മപുത്രയ്ക്ക് ഉണ്ട്. ട്രിബ്യൂട്ടറി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ, ഒരു വലിയ റിവറിലേക്ക് ചെറിയ ഒരുപാട് റിവേഴ്സ് വന്ന് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യും, എന്നിട്ട് അതൊരു വലിയ റിവറായി മാറും. ഓക്കെ. അങ്ങനെയാണ് ഇപ്പൊ ഗംഗ റിവറിന്റെ പ്രത്യേകത. ഗംഗ എന്ന പേരിലല്ല ആക്ച്വലി ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അത് അറിയാം, പഠിച്ചിട്ടുണ്ടാവും. സോ അതായത് ഗംഗ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അത് ഗംഗോത്രി എന്ന് പറയുന്ന ഗ്ലേസിയറിൽ നിന്ന് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗംഗോത്രി എന്ന ഗ്ലേസിയർ അവിടെ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്നാണ്, അതായത് ഗായ്മുഖ് എന്ന് പറയുന്ന ഗുഹയിൽ നിന്നാണത് മഞ്ഞുരുകിയിട്ട് വെള്ളമാവുന്നത്. ഈ വെള്ളമാണ് ഭാഗീരഥി എന്ന പേരിലാണ് അത് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഈ ഭാഗീരഥി റിവർ ഒഴുകി ഉത്തരാഖണ്ഡില് ദേവപ്രയാഗിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, അളകനന്ദ എന്ന് പറയുന്ന റിവറുമായിട്ട് കൂടിച്ചേരും. അതായത് അളകനന്ദ വന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്യാണ് ഭാഗീരഥിയിൽ. പിന്നെ വീണ്ടും അത് സഞ്ചരിക്കും. പിന്നെ അതിനിടയിൽ വേറെയും പല റിവറുകളും വന്ന് ജോയിൻ ചെയ്യും. അങ്ങനെ ഗംഗയായാലും ഗംഗയിലേക്കാണ് ഇതുപോലെ ഏത് വരുന്നത്, യമുന എന്ന് പറയുന്ന റിവർ വരുന്നത് വന്ന് ഗംഗയിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. യമുന ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് അലഹബാദ്. അപ്പൊ ഇങ്ങനെ ഒരു നദി വലിയൊരു റിവർ സിസ്റ്റത്തിലേക്ക് ഒരുപാട് ചെറിയ ചെറിയ നദികൾ വന്ന് കൂടിച്ചേർന്ന് അതൊരു വലിയ നദിയായി മാറും. സോ ഇറ്റ് ഈസ് നോൺ ആസ്, അങ്ങനെ വന്ന് ചേരുന്ന നദികളെ വിളിക്കുന്നതാണ് ട്രിബ്യൂട്ടറി. ഇതുപോലെ ഡിസ്ട്രിബ്യൂട്ടറീസ് ഉണ്ടാവും. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറീസ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചോദിക്കാം. ഡിസ്ട്രിബ്യൂട്ടറീസ് മോസ്റ്റ്ലി ദ ഡിസ്ട്രിബ്യൂട്ടറീസ് ആർ ഹാപ്പനിങ് ജസ്റ്റ് ബിഫോർ എൻട്രിങ് ടു ദ സീ. ഇപ്പോൾ കടലിലേക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗംഗ റിവർ ആയാലും ബ്രഹ്മപുത്ര ആയാലും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അത് രണ്ടും ഒരുമിക്കുന്നുണ്ട്. എന്നിട്ട് അത് ബംഗ്ലാദേശിൽ വെച്ചിട്ട് ബേ ഓഫ് ബംഗാളിലേക്കാണ് കൂടിച്ചേരുന്നത്, അതായത് ബംഗാൾ ഉൾക്കടലിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്ക് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ റിവർ എന്താവും, സ്പ്ലിറ്റ് ആവും. ഈ വലിയ റിവർ പല പല ചെറിയ ചെറിയ കൈവഴികളായി മാറും. അപ്പൊ ആ കൈവഴികളാവുന്നതിനെയാണ് എന്ത് വിളിക്കുക, ഈ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് വിളിക്കുക. അതായത് ഒരു വലിയ റിവർ സ്പ്ലിറ്റായി പല പല പേരുകളിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ പല പല ലിങ്കുകളായി മാറിയിട്ട് ഏതിൽ അവസാനിക്കുന്നു, ഈ പറയുന്ന സിയിലേക്ക് പോയി അവസാനിക്കുകയാണ് ചെയ്യുക. അപ്പൊ അവിടെ അതിന് കാരണങ്ങളുണ്ട്. കാരണം അത് അങ്ങനെ പിരിയാനുള്ള കാരണം എന്ന് പറയുന്നത്, അവിടെ വെച്ചിട്ടാണ് കയ്യിലുള്ള സെഡിമെന്റ്സ് എല്ലാം അവിടെ ഇടുന്നത്. അതായത് കയ്യിൽ ഒരുപാട് വേസ്റ്റ് കൊണ്ടുവരുന്നുണ്ടാവും. ഇതൊക്കെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഇടും. അങ്ങനെ ആ ഏരിയ ലാൻഡ് ഏരിയയായി മാറും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ള സുന്ദർബൻ ഏരിയ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സുന്ദർബനില് ഫുൾ ഏരിയ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം നമ്മൾ ഇത് ജോഗ്രഫിയുടെ കോൺസെപ്റ്റിൽ അറിഞ്ഞിരിക്കേണ്ടതുമാണ്. നദിയുടെ ഫോർമേഷനും ആൻഡ് അതിന്റെ യാത്രയും ആൻഡ് പ്ലസ് അതിന്റെ എൻഡ് പോയിന്റും. അപ്പൊ ഇവിടെ ഇത് പറയാൻ കാരണം ചെനാബ് റിവർ ആണ്. ആൻഡ് ചെനാബ് റിവറും അതിലെ ഈ ബ്രിഡ്ജും. ഓക്കെ. സോ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ ചെനാബ് ഈസ് ഫോംഡ് ബൈ ദ കൺഫ്ലുവൻസ് ഓഫ് 2 റിവേഴ്സ്. അപ്പൊ ഈ ചെനാബ് എന്ന് പറയുന്ന റിവർ തന്നെ ഫോം ചെയ്യുന്നത് വേറെ 2 റിവേഴ്സ് കൂടിയിട്ടാണ്. അത് ഒന്ന് ചന്ദ്ര ആൻഡ് ഭാഗ റിവേഴ്സ് ആണ്. ആൻഡ് അറ്റ് താണ്ടി ഇൻ ദ ലഹോൾ ആൻഡ് സ്പിത്തി വാലി, സ്പിത്തി ഡിസ്ട്രിക്ട് ഇൻ ദ ഇന്ത്യൻ സ്റ്റേറ്റ് ഓഫ് ഹിമാചൽ പ്രദേശ്. ഈ സ്പിത്തി വാലി എന്ന് പറയുന്ന ഒരു വാലിയാണ് ഈ സ്പിത്തി എന്ന് പറയുന്നത്. അത് ലഹോൾ ആൻഡ് സ്പിത്തി എന്നാണ് ഒരുമിച്ച് വിളിക്കുക. ലഹോൾ ആൻഡ് സ്പിത്തി വാലി എന്നാണ് വിളിക്കുക. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഡേഞ്ചറസ് റോഡ് റൂട്ടാണ്. പ്ലസ് എന്നാൽ വൺ ഓഫ് ദ മാർവലസ് റൂട്ട് എന്നും പറയാം. കാരണം അത് ടൂറിസം മേഖലയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ടാണ്. അതായത് അത് നമ്മൾ ഹിമാചൽ പ്രദേശിൽ നിന്ന് എവിടേക്ക് യാത്ര ചെയ്യാം, ലഡാക്കിലേക്ക് യാത്ര ചെയ്യാം. ഇപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്ന് കുളു മണാലി പറയുന്ന സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, വി ക്യാൻ ഗോ ടു ലഡാക്ക് റീജിയൻ. ലഡാക്കിലെ ലേ എന്ന് പറയുന്ന സ്ഥലങ്ങളിലേക്ക് പോവാം. അതിന് എന്തിന്റെ ആവശ്യമില്ല, നമുക്ക് ഈ ജമ്മു കാശ്മീർ റീജിയനിലൂടെ പോകേണ്ട ആവശ്യമില്ല, നേരിട്ട് തന്നെ പോകാൻ സാധിക്കും. ആ പോകുന്ന റൂട്ടിൽ വരുന്ന ഈ സ്ഥലമാണ് ഈ പറഞ്ഞ സ്പിത്തി വാലി, ലഹോൾ എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ. അത് പൂർണ്ണമായിട്ടും മഞ്ഞ് പൊതഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് റൂട്ട് എന്ന് പറയാം. നല്ലൊരു യാത്രാ റൂട്ടാണത്. ആ റൂട്ടിലാണ് അടുത്ത കാലത്ത് അടൽ
ടണൽ എന്ന് പറയുന്ന ടണൽ വന്നിട്ടുള്ളത്, അടൽ ടണൽ. സോ ഈ അടൽ ടണൽ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഇടയിലുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ വിന്റർ സീസൺ ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? വിന്റർ സീസൺ കാരണം ഒരു കുറച്ചു ദൂരത്തേക്ക്, അത് അതിന്റെ ഒരു മാപ്പ് ഉണ്ട്. ഈ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക ഈ അടൽ ടണലിനെ കുറിച്ച്. അപ്പൊ അടൽ ടണൽ പണിതതിന്റെ പ്രത്യേകത, അവിടെ മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആ എരിപ്പീർ പഞ്ചൽ എന്ന് പറഞ്ഞൊരു റേഞ്ച് ഉണ്ട്, ഒരു മലനിരയുണ്ട്. അതിനിടയിൽക്കൂടെയാണ് ഒരു പാസ് പോകുന്നത്. അതായത് ഒരു റോഡ് പാസ് എന്ന് പറഞ്ഞാൽ 2 മലയുടെ ഇടയിൽക്കൂടെ പോകുന്ന ഒരു ചുരം. അപ്പൊ ആ ചുരം പോകുന്ന റൂട്ടില് മഞ്ഞ് വീണ് കഴിഞ്ഞാൽ എന്താവും? റോഡ് പൂർണ്ണമായിട്ട് ഇല്ലാതാവും, റോഡ് അടഞ്ഞു പോവും. അപ്പൊ അതൊരു വളരെ ബുദ്ധിമുട്ടുള്ള സമയമാണ്. കാരണം ഈ മഞ്ഞ് ഉള്ള റൂട്ട് കടന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് വരുന്നുണ്ട്? കുറെ ഗ്രാമങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഒരിക്കലും പുറത്തു പോകാനോ വരാനോ ഒന്നും സാധിക്കില്ല. അവർക്ക് ലഡാക്കിലേക്ക് പോകാൻ പറ്റില്ല, അവർക്ക് എവിടേക്കേ പറ്റുള്ളൂ? കുളു മണാലിയിലേക്ക് വരേണ്ടി വരും. സോ നിയർ ബൈ ഒരു ഫെസിലിറ്റികളും ഇല്ല. അപ്പൊ ആ ഏരിയയിലെ ഡിഫിക്കൽട്ടി വളരെ കൂടുതലാണ്. പിന്നെ പ്ലസ് ആർമി ഉദ്യോഗസ്ഥർക്ക് വരാൻ പറ്റില്ല, ആർമി വെഹിക്കിൾസ് ഒക്കെ അവിടെ എന്താവും? ക്ലോസ്ഡ് ആവും. അങ്ങനെ ഉള്ള കോൺസെപ്റ്റിൽ നിന്ന് മനസ്സിലാക്കിയിട്ട് പണിത ഒരു ഷോർട്ടസ്റ്റ് റൂട്ടാണ് ഈ പറയുന്ന അടൽ ടണൽ എന്ന് പറയുന്നത്. അപ്പൊ അടൽ ടണൽ പണിയുമ്പോൾ ഏകദേശം വളഞ്ഞ് പോയിരുന്ന റൂട്ടിനെ എന്ത് ചെയ്യുന്നു? ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ടണൽ പണിതിരിക്കുകയാണ്. സോ അത് ഏകദേശം 10-30 കിലോമീറ്റർ ഒക്കെ യാത്ര തന്നെ ഒരുപാട് ലാഭിക്കുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ അത് ഒരു കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവിടെ അത് പറയാൻ കാരണം അതാണ്, ഈ റീജിയനിലൂടെ പോകുന്ന നദിയാണ് ചെനാബ്. ആൻഡ് ചന്ദ്ര ആൻഡ് ഭാഗ എന്ന് പറയുന്ന 2 റിവേഴ്സ് ഉണ്ട്. ഇതിനെ ചന്ദ്രഭാഗ എന്ന് വിളിക്കുന്നു. പിന്നെ ഭാഗ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം സൂര്യ താൽ ലേക്ക്. സോ അത് അതിന്റെ കോൺസെപ്റ്റുകൾ പറയാണ്. ആൻഡ് ചന്ദ്ര റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ദ ഗ്ലേസിയേഴ്സ് ഈസ്റ്റ് ഓഫ് സെയിം പാസ്. ചന്ദ്ര റിവർ ട്രാൻസ്ഫേഴ്സ് 115 കിലോമീറ്റർ വൈൽ ഭാഗ റിവർ 60 കിലോമീറ്റർ. ഓക്കെ, ദെൻ ഇവിടെ എഴുതിയിട്ടുള്ള വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് അതാണ്. ആഫ്റ്റർ ഇവിടെ ഈ പോയിന്റ്, ആഫ്റ്റർ റിസീവിംഗ് the Jhelum river near Trimmu, the Chenab empties into Satluj river, a tributary of the Indus river. അപ്പോൾ ഈ ചെനാബ് എന്ന് പറയുന്ന റിവർ ഏതിൽ ചെന്ന് കൂടിച്ചേരുകയാണ്? സത്ലജിൽ. ഓക്കെ, അപ്പൊ ഇതൊക്കെ സിന്ധു റിവറിന്റെ ട്രിബ്യൂട്ടറീസ് ആണ്. ബട്ട് ഇതിൽ തന്നെ ചില ഒരു റിവർ മറ്റൊരു റിവറിൽ കൂടിച്ചേരുന്നുണ്ട്. അതിൽ ഈ പറയുന്ന ഇൻഡസ് റിവറിലേക്ക്, സത്ലജ് റിവറിലേക്ക് ഏത് റിവർ ചേരുന്നു? ചെനാബ് ചേരുന്നുണ്ട്. And according to Indus Water Treaty, Pakistan is entitled to Chenab's waters. So ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ സിന്ധു നദീജല കരാർ എന്ന് പറഞ്ഞൊരു കരാറുണ്ട്, കാലങ്ങളായിട്ടുള്ളതാണ്. അതിന്റെ പ്രത്യേകത, ഇതില് ഇന്ത്യക്കുള്ള അധികാരത്തെക്കാൾ കൂടുതൽ പാകിസ്ഥാന് അധികാരമുണ്ട് ചില റിവറിന്റെ വെള്ളത്തിൽ. പക്ഷെ പ്രത്യേകത നോക്കിയാൽ അറിയാം, ഈ ഇൻഡസ് റിവർ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും ഇന്ത്യയിലല്ല. ഓക്കെ, ഇതിൽ ഈ ട്രിബ്യൂട്ടറീസ് മാത്രമാണ് ഏതിൽ ചേരുന്നുള്ളൂ? ഇൻഡസിൽ. അത് ഇന്ത്യയുടെ ഉള്ളിൽ നിന്നാണ്. ഓക്കെ, അതിൽ ഒരു ട്രിബ്യൂട്ടറി ഇന്ത്യക്ക് പുറത്തുനിന്നുണ്ട്. ബാക്കി ഇതിന്റെ കോൺസെപ്റ്റ് അതാണ്. ഈ ഇൻഡസ് എന്ന് പറഞ്ഞ റിവർ, സിന്ധു റിവർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഇന്ത്യക്ക് പുറത്ത് കൈലാസ് റേഞ്ചിന്റെ പ്രദേശങ്ങളിൽ നിന്നാണ്. ഈ പറയുന്ന ടിബറ്റൻ റീജിയനിൽ നിന്നാണ്. ടിബറ്റൻ റീജിയനിൽ നിന്ന് അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ജമ്മു കാശ്മീർ റീജിയനിലൂടെ കടന്നിട്ട് അത് കടക്കുന്ന റീജിയന്റെ നല്ലൊരു ശതമാനവും ഇന്ത്യയുടെ ഉള്ളിലൂടെയല്ല, ത്രൂ പാകിസ്ഥാൻ റീജിയനിലൂടെയാണ് കുറച്ച്, POK. എന്നിട്ട് അത് പാകിസ്ഥാനിലേക്ക് കടക്കുന്നു. പാകിസ്ഥാനിൽ അത് എത്തുമ്പോൾ അതിലേക്ക് ഇന്ത്യയിൽ നിന്ന് പോകുന്ന ഈ പറയുന്ന ജലം, ചെനാബ് പോലെയുള്ള റിവറുകൾ കൂടിച്ചേരുകയാണ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചേരുമ്പോൾ സത്യത്തിൽ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന റിവർ അല്ല ഇൻഡസ് എന്ന് പറയുന്നത്. അത് അവസാനിക്കുന്നതും പാകിസ്ഥാനിൽ നിന്നാണ്. പാകിസ്ഥാനിൽ നിന്ന് അത് അറബിക്കടലിൽ പതിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എങ്കിലും ഇതിലെ നദികളിൽ ആർക്ക് പങ്ക് ഉണ്ട്? പാകിസ്ഥാന് പങ്കുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് ഇൻഡസ് വാട്ടർ ട്രീറ്റി. അത് ഒരുപാട് ഡിസ്പ്യൂട്ടഡ് ആണ്. അതിൽ ഇന്ത്യക്ക് കിട്ടുന്ന വാട്ടർ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഏകദേശം 30% മുതൽ 30%-ഓളമൊക്കെ ഇന്ത്യക്ക് കിട്ടുന്നുള്ളൂ മൊത്തം. ബാക്കിയെല്ലാം അതിന്റെ ഒരു പ്രത്യേക വ്യത്യാസമുണ്ട്. അതായത് നല്ലൊരു ശതമാനവും വെള്ളം പോകുന്നത് പാകിസ്ഥാന്റെ പഞ്ചാബ് പ്രവിശ്യയിലേക്കാണ്. അപ്പോൾ ഇന്ത്യയുടെ ഉള്ളിലും പഞ്ചാബ് ഉണ്ട്, പാകിസ്ഥാന്റെ ഉള്ളിലും പഞ്ചാബ് ഉണ്ട്. അപ്പൊ ഇതില് ഈ ഒരു ഏരിയയെ മൊത്തത്തിൽ വിളിക്കുന്ന പേര് പഞ്ചാബ്. അപ്പോൾ ഇന്ത്യൻ പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശത്ത് കിട്ടുന്ന നദികളിലെ വെള്ളം നല്ലപോലെ യൂട്ടിലൈസ് ചെയ്ത് കൃഷി ചെയ്യുന്നുണ്ട്. എന്നിട്ടും നമ്മൾ നോക്കിയാൽ അറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി
ഗോതമ്പും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ധാന്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അപ്പോൾ അത്രയും പാകിസ്ഥാന് കിട്ടുന്ന വെള്ളത്തിന്റെ പകുതിയിൽ താഴെ മാത്രം വെള്ളം ഇന്ത്യക്ക് കിട്ടിയിട്ടും ഹാർഡ് വർക്ക് കൊണ്ട് മാത്രമാണ് ഇത് ഇന്ത്യൻ റീജിയനിലുള്ള പഞ്ചാബി പീപ്പിൾ, അവിടെയുള്ള ജനങ്ങളുടെ ഭയങ്കരമായ വർക്ക് കൊണ്ട് മാത്രമാണ് ആക്ച്വലി ഇന്ത്യയിൽ ഇത്രയും ഉൽപ്പാദിപ്പിക്കുന്നത്. വി ആർ എക്സ്പോർട്ടിങ്. ബട്ട് ശരിക്ക് ഏറ്റവും കൂടുതൽ വെള്ളം കിട്ടുന്നതും നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള ബലഭൂയിഷ്ടമായ മണ്ണുള്ളത് പാകിസ്ഥാൻ പഞ്ചാബിന്റെ പ്രവിശ്യയിലാണ്. മാത്രമല്ല പാകിസ്ഥാന്റെ അഗ്രികൾച്ചർ ലാൻഡ് എന്ന് വിളിക്കാവുന്ന ഏരിയയാണ് അവിടുത്തെ പഞ്ചാബ് റീജിയൻ. എല്ലാം നല്ലൊരു ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് പഞ്ചാബിലാണ്. ഓക്കെ, അപ്പോൾ അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നഗരമാണ് ലാഹോർ എന്ന് പറയുന്നത്, ലാഹോർ. സോ ഇതൊക്കെ ഇതിൽ വരുന്ന ചിനാബൊക്കെ പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അത് അറിയണം. ലാഹോറിൽ ഇതുപോലെ ഒഴുകുന്ന നദിയുണ്ട്. ലാഹോറിലൂടെ ഒഴുകുന്ന നദിയാണ് രവി എന്ന് പറയുന്ന റിവർ. സോ രവി റിവറിനെ വിളിക്കുന്നത് തന്നെ എന്താണ്, റിവർ ഓഫ് ലാഹോർ എന്നാണ്. ഇത് ലാഹോറിന്റെ നദി എന്ന് വിളിക്കുന്ന നദിയാണ് രവി റിവർ. സോ അങ്ങനെ കുറെ പ്രത്യേകതകളുണ്ട്. ഈ രവി റിവറിന്റെ തീരത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു ടോംബ് ഉണ്ട് ജഹാംഗീറിന്റെ. അപ്പോൾ അങ്ങനെയുള്ള കുറെ പ്രത്യേകതകൾ വരുന്ന സ്ഥലമാണിത് ലാഹോർ. ഓക്കെ, സോ നെക്സ്റ്റ് അമിഡ് സെറ്റ്ബാക്സ്. നെക്സ്റ്റ് പോയിന്റ് ആണ് അമിഡ് സെറ്റ്ബാക്സ് ഫസ്റ്റ് സൈൻസ് ഓഫ് പ്രോഗ്രസ് ഇൻ ലിഥിയം മൈൻസ് ഇൻ ഛത്തീസ്ഗഡ് എന്ന് പറയുന്നു. അപ്പോൾ ഇത് അടുത്ത കാലത്ത് ഒരു പുതിയ എക്സ്പ്ലോറേഷനെ സംബന്ധിക്കുന്നതാണ്. അതായത് എക്സ്പ്ലോറേഷൻ ഓഫ് ലിഥിയം ഇൻ ഛത്തീസ്ഗഡ്സ് കോർബ ഡിസ്ട്രിക്ട് ഹാസ് മൂവ്ഡ് എ സ്റ്റെപ്പ് ഫർദർ വിത്ത് 1 ബ്ലോക്ക് അഡ്വാൻസിങ് ദ സെക്കൻഡ് റൗണ്ട് ഓഫ് ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ മേജർ സെറ്റ് ബാക്ക് തന്നെയാണെന്ന് പറയും. കാരണം ഈ ലിഥിയം നമ്മൾ ബാറ്ററികളിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആയുധങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ലിഥിയത്തിന്റെ ആവശ്യമുണ്ട്. സോ ഈ ലിഥിയം ഭൂമിയിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒന്ന് ചൈനയിലാണ്. ബട്ട് ഇവിടെയുള്ള ലിഥിയത്തിന്റെ പ്രത്യേകത ചില സ്പെഷ്യൽ ആയിട്ടുള്ള ലിഥിയം ടൈപ്പ് കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല അതിന് വളരെ വില കൂടുതലാണ്. ഇത് നമ്മൾ ഇപ്പൊ ഇന്ത്യയിലാണെങ്കിലും നമ്മൾ റോ മെറ്റീരിയൽസ് എല്ലാം എന്ത് ചെയ്യേണ്ടി വരും, വാങ്ങേണ്ടി വരും. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പൊ എന്ത് സാധനം ഉണ്ടായാലും ഇപ്പൊ അടുത്ത കാലത്ത് അതാണ് ചൈന ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഇന്ത്യ ഇപ്പൊ ഒരുപാട് ആപ്പിൾ കമ്പനി, ഇപ്പൊ അമേരിക്കയിൽ നിന്നുള്ള ആപ്പിൾ കമ്പനി പോലെയുള്ള IT കമ്പനികളും ഫോൺ മാനുഫാക്ചറിങ് കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് വരികയാണ്. ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു. ഇന്ത്യയിൽ പ്രൊഡക്ഷൻ തുടങ്ങുകയാണ്. അപ്പൊ ഇന്ത്യ പ്രൊഡക്ഷൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കയ്യിൽ എന്തില്ല, നമ്മളുടെ കയ്യിൽ ഈ എല്ലാ സാധനവും ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസ് ഒന്നുമില്ല. നമ്മളപ്പോൾ എന്ത് ചെയ്യും? ഈ റോ മെറ്റീരിയൽസ് വേറെ രാജ്യത്ത് നിന്ന് വാങ്ങും. പ്രത്യേകിച്ച് എസ്പെഷ്യലി ഫ്രം ചൈന തന്നെയാണ്. അപ്പൊ ചൈന ഇതിനെ തടയാൻ വേണ്ടി ഇപ്പൊ അടുത്ത കാലത്ത് ചെയ്തത് ഈ റോ മെറ്റീരിയൽസിന്റെ മുകളിൽ എന്ത് കൂട്ടി, ഡ്യൂട്ടി, അത് ടാക്സ് പോലെയുള്ളതാണ് ഡ്യൂട്ടി. സോ എക്സ്പോർട്ട് ഡ്യൂട്ടി അവർ വർദ്ധിപ്പിച്ചു. അപ്പൊ ആ സാധനം അവിടെ നിന്ന് ഇവിടേക്ക് തരുമ്പോൾ എന്ത് വരും, വില കൂടും. അപ്പൊ വില കൂടുമ്പോൾ നമ്മൾ വാങ്ങാൻ ബുദ്ധിമുട്ട് നേരിടും. സോ നമ്മളുടെ പ്രൊഡക്ഷനെ ബാധിക്കും. ഇങ്ങനെ കിടക്കുന്നു. അപ്പൊ ഇതൊക്കെ ഒരു ഇന്റർനാഷണലി ഒരു ടെക്നിക്കുകളാണ്. നമ്മൾ ഇത് കിട്ടിയില്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷനെ മുടങ്ങാം. അപ്പൊ അത് ചൈനയ്ക്ക് സംഭവിച്ചെന്ന് വെച്ചാൽ ചൈനയിൽ നിന്ന് ആപ്പിൾ പോലെയുള്ള കമ്പനികൾ പതുക്കെ വിഡ്രോ ചെയ്തു. അപ്പോൾ അവരെ പിടിച്ചു നിർത്താൻ ഇവർക്ക് പറ്റുന്നില്ല. ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വേറൊരു തന്ത്രം. അപ്പൊ ഇതുപോലെയാണ് ഈ ലിഥിയത്തിന്റെ കേസിൽ. ലിഥിയം എക്സ്പോർട്ടിനെയും ലിഥിയം ഇമ്പോർട്ടിനും ഒക്കെ വളരെ പല രാജ്യങ്ങളിലും എന്തുണ്ട്, റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ബിക്കോസ് ലിഥിയം വളരെയധികം വാല്യൂ കൂടിയ ഒരു സാധനമാണ്. പല രാജ്യങ്ങളും അതിൽ നോട്ടമിട്ടിരിക്കുന്നതാണ്. അപ്പൊ ഇന്ത്യയിൽ ഛത്തീസ്ഗഡിൽ അത് കുറച്ച് കിട്ടി എന്നുള്ളതാണ്. ഇതുപോലെ ജമ്മു ആൻഡ് കാശ്മീരിലും കിട്ടിയതായിട്ട് ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ അതില് പ്രത്യേകത അത്രേ ഉള്ളൂ. നമുക്ക് ലിഥിയത്തിന്റെ പ്രത്യേകതകൾ പിന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ചിലതൊക്കെ. അതായത് എത്ര കിട്ടിയിട്ടുണ്ട്. ആൻഡ് ജമ്മു കാശ്മീർ ബ്ലോക്കിനെ കുറിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു മൈനിങ് എക്സ്പെർട്സ് ദ പൊട്ടൻഷ്യലി ലോവർ കോൺസെൻട്രേഷൻ ഓഫ് ലിഥിയം ഇൻ ദ ജമ്മു ആൻഡ് കാശ്മീർ ബ്ലോക്ക്. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യ ബംഗ്ലാദേശ് ബൈലാറ്ററൽ റിലേഷൻ. ഇത് ഇപ്പോ വളരെ ക്രൂഷ്യൽ ലെവലിൽ നിൽക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഡൽഹി ഹോസ്റ്റഡ് ബംഗ്ലാദേശി പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന ഓവർ ദ വീക്കെൻഡ് ഫോർ ദ ഫസ്റ്റ് ടൈം വിസിറ്റ്. ഓക്കെ, ഇത് ആക്ച്വലി ഇത് അറിയാലോ, കുറച്ച് മാസങ്ങളുടെ മുമ്പത്തെ കേസാണ്. 2024 തന്നെ തുടക്കത്തിലെ എന്ന് പറയുന്നത് ഒരു ഓൾമോസ്റ്റ് മെയ് ജൂൺ കാലഘട്ടത്തിലെയാണ്. ഇപ്പോ ബംഗ്ലാദേശിന്റെ സിറ്റുവേഷൻ ഇതല്ല. ബംഗ്ലാദേശ് സിറ്റുവേഷൻ ഈസ് സംതിങ് ചേഞ്ചിങ് സിറ്റുവേഷൻ ആണ്. കാരണം ഇപ്പൊ ബംഗ്ലാദേശിന്റെ
പ്രൈം മിനിസ്റ്റർ ആരാ? ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ ആരാ? ഷെയ്ഖ് ഹസീന ആയിരുന്നു. ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് നാട് വിട്ട് ഓടിപ്പോരേണ്ടി വന്നു. ഇപ്പൊ അവര് ഇൻ അസൈലത്തിലാണ്. അതായത് എന്താണ്, അവര് ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇന്ത്യയിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സീക്രട്ട്ലി ഉള്ള ന്യൂസുകളിലെല്ലാം ഇന്ത്യയിൽ അവർ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട്. ഓർ ഇന്ത്യയെ വിട്ട് വേറെ എവിടേക്കെങ്കിലും പോയോ എന്നുള്ളതിനെ കുറിച്ച് ന്യൂസ് ഇല്ല. സോ ഇന്ത്യയാണ് അതിന് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. ബിക്കോസ് ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ബട്ട് അവിടെ സംഭവിച്ചത്, അവിടെ ഒരു വലിയ വിപ്ലവം, കലാപം ഉണ്ടായി. മാത്രമല്ല പല രീതിയിലും ഷെയ്ഖ് ഹസീന ഗവൺമെന്റ് പൂർണ്ണമായിട്ട് ഇല്ലാതായി. ആൻഡ് അവിടെ എക്സ്ട്രീമിസ്റ്റ് മൂവ്മെന്റുകൾ കുറെ കൂടുതലായി വന്നു. ആൻഡ് പുതിയൊരു പ്രൈം മിനിസ്റ്റർ വന്നു. ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ ഇപ്പോൾ അത്ര സ്മൂത്ത് അല്ല. ബിക്കോസ് ദേ ടാർഗറ്റിംഗ് ഇന്ത്യ ആൻഡ് ദേ ആർ നൗ ഷേക്കിംഗ് ഹാൻഡ്സ് വിത്ത് പാകിസ്ഥാൻ. ഓക്കെ, ഇപ്പോൾ പാകിസ്ഥാനായിട്ട് എന്താണ് ദോസ്തിയിലാണ്, ചൈനയുമായിട്ട് സൗഹൃദത്തിലാണ്. അപ്പോൾ ഷെയ്ഖ് ഹസീന ഉണ്ടായിരുന്നപ്പോൾ ഇതൊന്നും നടന്നിരുന്നില്ല. ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായിട്ടുള്ള ബയലാറ്ററൽ റിലേഷനിലും അമേരിക്കയുമായിട്ടും അങ്ങനെ വേറൊരു സൈഡ് ലൈൻ ആയിരുന്നു. ചൈനയുമായിട്ട് അടുപ്പമില്ല, പാകിസ്ഥാനുമായിട്ടൊന്നുമില്ല. സോ അതാണ് അതിൽ വരുന്ന മാറ്റം. അപ്പോൾ ബയലാറ്ററൽ റിലേഷനിൽ വരുന്ന മാറ്റമുണ്ട് ഡിപ്ലോമാറ്റിക് ലെവലിൽ. അപ്പോൾ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാ ബംഗ്ലാദേശ്? ആരാണ്? സൂരജ്, ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ. അറിയില്ലടാ. അറിയില്ല. ഓക്കെ, ആൻഡ് ഓക്കെ, അനുപമ, അനുഷ. ഓഡിബിൾ ആണോ? ക്രിസ്റ്റീനയുടെ മൈക്ക് ഓക്കെ അല്ലേ? ഓക്കെ, ക്രിസ്റ്റീനയുടെ വീഡിയോ ആക്ച്വലി അതിന്റെ സിമ്പിൾ കാണിക്കുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ ആണല്ലോ. സോ ഓക്കെ, എന്താണ് അപ്പോൾ എനി ഐഡിയ ആൻസർ? ബംഗ്ലാദേശ് പ്രൈം മിനിസ്റ്റർ, എനി ഐഡിയ? മുഹമ്മദ് യൂനുസ്. എക്സാക്ട്ലി. ഓക്കെ, മുഹമ്മദ് യൂനുസ്. സോ മുഹമ്മദ് യൂനുസ് എന്നുള്ള പേര് ഓൾറെഡി അറിയേണ്ടതാണ്, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ആളല്ല. മുഹമ്മദ് യൂനുസ് നൊബേൽ പ്രൈസ് ഫോർ പീസ് കിട്ടിയിട്ടുള്ള വ്യക്തിയാണ്. ആക്ച്വലി എക്കണോമിസ്റ്റ് ആണ്. സോ സമാധാനത്തിലുള്ള നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഐ തിങ്ക് സമാധാനത്തിനാണെന്ന് തോന്നുന്നു. ഓക്കെ, അതൊന്ന് ചെക്ക് ചെയ്യാനുണ്ടെങ്കിലും ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് മൈക്രോ ക്രെഡിറ്റ് എന്ന് പറയുന്ന ഫിനാൻസിങ്, മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസിങ്ങിന്റെ ഫാദറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ബംഗ്ലാദേശിൽ നമ്മളിവിടെ പറയുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് മൈക്രോ ക്രെഡിറ്റ്. അതായത് ചെറിയ അയൽക്കൂട്ടങ്ങൾ, കുടുംബശ്രീ പോലെയുള്ളതും, അല്ലെങ്കിൽ അല്ലാതെ തന്നെ സഹായ സംഘങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ വായ്പ കൊടുക്കുക. അപ്പം അത്തരത്തിലുള്ള മൈക്രോ ക്രെഡിറ്റ് ഫിനാൻസ് സംഘങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബംഗ്ലാദേശിൽ ആൾക്കാരെ കൂട്ടിയെടുത്തുകൊണ്ട് അവിടെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും തൊഴിൽ ഉണ്ടാക്കിയെടുക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ്. സോ ആ പേരിലാണ് ആൾ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ആൾ ഫേമസ് ആയത്. ആൻഡ് നൗ ഹി ഈസ് ദ പ്രൈം മിനിസ്റ്റർ. ആൻഡ് പക്ഷേ ഇപ്പോൾ അത്ര മികച്ച മൈലേജ് അല്ലെങ്കിൽ മികച്ച ഒരു ഫേസ് ആണോ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ബിക്കോസ് ഇന്ത്യയുടെ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ അങ്ങനെയല്ല ആളുടെ പ്രവൃത്തികൾ. ഇപ്പോൾ നോർമലി അവരുടെ പ്രവൃത്തികളെല്ലാം വേറൊരു ആംഗിളിലാണ്. ഓക്കെ, സോ നെക്സ്റ്റ്, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുള്ള പോയിന്റ് അതാണ് ബൈലാറ്ററൽ റിലേഷനെ കുറിച്ച്. അപ്പോൾ ബൈലാറ്ററൽ റിലേഷൻ ഇതിൽ നമുക്കൊന്നും പറയാനില്ല. ബിക്കോസ് ബൈലാറ്ററൽ റിലേഷനിൽ ഇപ്പോൾ ഈ പറയുന്നതിനൊന്നും പ്രസക്തി ഇല്ല. ബിക്കോസ് ദ സിസ്റ്റം ചേഞ്ച്. ഇപ്പോൾ അടുത്ത് ബൈലാറ്ററൽ റിലേഷൻ ചേഞ്ച് ആയി. നോർമലി എന്ത് സംഭവിച്ചു, അവിടെയുള്ള പുതിയ ഗവൺമെന്റ് വന്നു. ആ പുതിയ ഗവൺമെന്റ് ഇന്ത്യയുമായിട്ട് അടുപ്പത്തിലല്ല. അപ്പോൾ ഇന്ത്യക്കെതിരെ അവർ ഒരുപാട് സാങ്ഷൻസും അതുപോലെ ഇന്ത്യൻ ഗവൺമെന്റിനെതിരെയുള്ള കുറേ സംഭവങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ മൈനോറിറ്റീസ് ഇൻ ബംഗ്ലാദേശ് ഫേസിങ് ഇഷ്യൂസ്. അതിൽ വളരെ ഭയങ്കരമായുള്ള ഇന്റർനാഷണൽ ഇഷ്യൂസ്, വയലേഷൻസ് അവർ അവിടെ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ചർച്ചയിലുള്ളതാണ്, UN വരെ ചർച്ചയിലുണ്ട്. ബട്ട് അതൊന്നും എന്തല്ല, ബംഗ്ലാദേശിൽ പുതിയ ഗവൺമെന്റ് അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതിനെ എന്ത് ചെയ്യുന്നില്ല, അവർ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. സോ അങ്ങനെയുള്ള ഇഷ്യൂസിലൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പോകുന്നത്. പക്ഷെ അത് ബംഗ്ലാദേശിന് ഒരു രീതിയിൽ പറഞ്ഞാൽ, ബംഗ്ലാദേശ് മാത്രമല്ല, ബംഗ്ലാദേശിന്റെ കാലങ്ങളായിട്ട് ബംഗ്ലാദേശിന്റെ കോൺസെപ്റ്റിൽ അവർക്ക് പാകിസ്ഥാനുമായിട്ടുള്ള സപ്പോർട്ട് മാനസികമായിട്ട് ഉണ്ട് എന്നുള്ളതാണ് ചില കേസുകളിൽ തെളിയിക്കുന്നത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ഷെയ്ഖ് ഹസീനെ പോലുള്ള
ഗവൺമെന്റുകൾ വന്നപ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടായിരുന്നത്, പീസ്ഫുൾ കോൺസെപ്റ്റുകൾ. എന്നാൽ ഇപ്പോൾ മറ്റുള്ള മൂവ്മെന്റുകളെല്ലാം എന്തായി, തലപൊക്കി വന്നു തുടങ്ങി എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, സോ നെക്സ്റ്റ് റീനെയിമിംഗ് ഓഫ് സ്റ്റേറ്റ്. ഓക്കെ, റീനെയിമിംഗ് ഓഫ് സ്റ്റേറ്റ് എന്നുള്ള ഒരു ടേം ആണ്. ഇതിൽ കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാസ് യുനാനിമസ്ലി adopted a resolution urging the center to officially change states names to Kerala. ഓക്കെ, അതായത് നമ്മൾ പല സ്റ്റേറ്റുകളും അവരവരുടെ പേരുകളിലേക്ക് മാറുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷ, നമ്മൾ സാധാരണ ഒറീസ എന്ന് പറയാറുണ്ട്, പക്ഷേ ഒറീസ എന്നുള്ള പേരല്ല ആക്ച്വലി, ഇംഗ്ലീഷിലാണ് ഒറീസ. സോ ദേ ചേഞ്ച് ദെയർ നെയിം ടു ഒഡീഷ. ഇതുപോലെ ബംഗ്ല എന്ന പേരിലേക്ക് ബംഗാൾ മാറി, ബംഗ്ല എന്ന പേരിലേക്ക് മാറി. കർണാടക അതുപോലെ തന്നെ, കർണാടക ആക്ച്വലി അതിൽ കുഴപ്പമില്ല, പക്ഷെ ബംഗളൂരു അവിടെയുള്ള സ്ഥലങ്ങളുടെ പേരിലെല്ലാം അവർ കന്നഡ കോൺസെപ്റ്റുകൾ കൊണ്ടുവന്നു. അത് അടുത്ത കാലത്ത് നമ്മൾ പറഞ്ഞു, അതായത് കന്നഡയിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പോൾ വലിയ രീതിയിൽ കർണാടകയിൽ കന്നഡ മൂവ്മെന്റ് എന്തായിട്ടുണ്ട്, റൈസിങ് ലെവലിലാണ് ഇപ്പോൾ. അത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുണ്ട്. കാരണം പല ദിക്കിലും അതിന് കന്നഡ സംസാരിക്കാത്തവർക്കെതിരെയുള്ള അക്രമങ്ങൾ, അങ്ങനെയുള്ള ഇഷ്യൂസും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് നോർമലി അവിടെ ഇപ്പൊ കണ്ടിട്ടുണ്ടാവും, ബാംഗ്ലൂരു, പ്രത്യേകിച്ച് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാം, ബാംഗ്ലൂർ, മൈസൂർ എവിടെയായാലും അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു, എല്ലാ കടകളുടെയും പേരുകൾ ഇംഗ്ലീഷ് അല്ലെങ്കിൽ 50% കന്നഡയിലായിരിക്കണം എന്നുള്ളതാണ്. 50% അല്ല, സോറി, 50% കന്നഡയിലായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സ്ഥാപനം ആയിക്കോട്ടെ, അത് ഈവൻ നമ്മൾ ഷോപ്പിംഗ് മാളുകളിൽ പോയാലും ചെറിയ കടയായാലും എല്ലാ കടകളുടെ പേരിലും ഇംഗ്ലീഷിൽ എഴുതാം, എന്നാൽ ഒപ്പം തന്നെ എന്തോ എഴുതിയിരിക്കണം, കന്നഡയിൽ എഴുതിയിരിക്കണം, രണ്ടും എഴുതിയിരിക്കണം ബോർഡിൽ. ഇല്ലെങ്കിൽ അത് പ്രശ്നമാണ്. അത് നിയമം വഴി അവിടെ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ അത് പറയാൻ കാരണം, നമ്മൾ ഇതുപോലെ റീനെയിമിംഗ് ദ സ്റ്റേറ്റ്, കേരളത്തിന്റെ പേര് നമ്മൾ പലപ്പോഴും കേരള എന്ന് കാണാം ഇംഗ്ലീഷിലൊക്കെ, ബട്ട് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എന്താണ്, കേരളം, അതാണ് കൃത്യമായ വാക്ക്. അപ്പോൾ കേരളം എന്ന പേരിലേക്ക് മാറ്റി. അതിന് വേണ്ടിയിട്ട് എന്ത് കൊണ്ടുവന്നു, യുനാനിമസ് ആയിട്ടുള്ള ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. സോ ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ റീസൺഡ് ദാറ്റ് state name is Keralam in Malayalam. The assembly requested the center to amend the state's name under Article 3 of the Constitution and have changed to Keralam in all the languages mentioned in the English schedule of the Constitution. So, sorry, 8th schedule of the Constitution. 8th schedule ആണ് ഭാഷകളെ കുറിച്ച് പറയുന്നത്. 8th schedule of the Constitution is about the 22 official languages. അപ്പോൾ അതിൽ മലയാളം വരും. അപ്പോൾ മലയാളത്തിൽ നമ്മളുടെ വാക്ക് കേരളം എന്നാണ്. സോ ആ രീതിയിലേക്ക് മാറ്റണം എന്നുള്ളതാണ് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, ദ റീനെയിമിംഗ് ഓഫ് ദ സ്റ്റേറ്റ് ക്യാൻ ബി ഇനിഷ്യേറ്റഡ് ഐദർ ബൈ ദ പാർലമെന്റ് ഓർ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അപ്പോൾ ഇവിടെ അത് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുള്ളത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ്. പാർലമെന്റിലും വേണമെങ്കിൽ കൊണ്ടുവരാം. ഓക്കെ, പിന്നെ അതിന്റെ എഴുതിയിട്ടുണ്ട്, പാർലമെന്റ് ഇനിഷ്യേഷൻ ആണെങ്കിൽ ബിൽ ഫോർ റീനെയിമിംഗ് ദ സ്റ്റേറ്റ് കൊണ്ടുവരണം. പിന്നെ അതിനു മുമ്പ് പ്രസിഡന്റ് എന്ത് വേണം, ദ പ്രസിഡന്റ് സെൻസ് ഇറ്റ് ടു ദ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് അസംബ്ലി ഫോർ വ്യൂസ് വിത്തിൻ ദ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അത് കഴിഞ്ഞിട്ട് ദ വ്യൂസ് ഓഫ് ദ സ്റ്റേറ്റ് അസംബ്ലി നോട്ട് ബൈൻഡിങ് ആണെങ്കിൽ ഓൺ ഐദർ ദ പ്രസിഡന്റ് ഓർ ദ പാർലമെന്റ്. സോ ഇതൊരു പ്രൊസീജിയറാണ്. ഈ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നാൽ സ്റ്റേറ്റ് ആണ് ഇത് പറഞ്ഞതൊക്കെ പാർലമെന്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ, ഇവിടുത്തെ കേസിൽ അതല്ല. ഇപ്പം നമ്മൾ സ്റ്റേറ്റ് ആണ് ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, കേരള സ്റ്റേറ്റ്. അങ്ങനെയുള്ള കേസുകളിൽ ഇഫ് എ ഫ്രഷ് പ്രപ്പോസൽ കം ഫ്രം സ്റ്റേറ്റ്, ദ ഹോം മിനിസ്ട്രി പ്രിപ്പയേഴ്സ് എ നോട്ട് ഫോർ യൂണിയൻ ക്യാബിനറ്റ്, സെൻട്രൽ ഗവൺമെന്റ് വിൽ ക്രിയേറ്റ് എ ബിൽ. അപ്പോൾ അത് ഒരു ബില്ല് കൊണ്ടുവരാൻ വേണ്ടി ഹോം മിനിസ്ട്രി എന്ത് ചെയ്യും, ഇനിഷ്യേറ്റ് ചെയ്യുന്നിട്ട് ആ ബില്ല് ഈസ് സെൻഡ് ടു സ്റ്റേറ്റ് അസംബ്ലി ഫോർ ടേക്കിംഗ് വ്യൂസ്, ഫോളോയിങ് വിച്ച് ഇറ്റ് വിൽ ഇൻട്രൊഡ്യൂസ് ഇൻ പാർലമെന്റ്. ഇറ്റ് നീഡ് അപ്രൂവൽ ബൈ എ സിമ്പിൾ മെജോറിറ്റി. ഇതിന് സിമ്പിൾ മെജോറിറ്റി മതി. അതായത് 51 പേര് വോട്ട് ചെയ്യുക, 100-ൽ 51 എന്ന് പറയാം. അതായത് 51 ഔട്ട് ഓഫ് 100, അതാണ് മെജോറിറ്റി എന്ന് പറഞ്ഞാൽ. അതേ ആവശ്യമുള്ളൂ. ആൻഡ് വൺസ് അപ്രൂവ്ഡ് ദ പ്രസിഡന്റ് ഗിവ്സ് അസൈൻ ദ സ്റ്റേറ്റ്സ് നെയിംസ് ഒഫീഷ്യലി ചേഞ്ച്. വളരെ സിമ്പിൾ ആണ്, വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങനെയാണ്. ഓക്കെ, സോ ഇപ്പം അത് ഒഫീഷ്യലി വന്നിട്ടില്ല. നമ്മൾ ഈ പറഞ്ഞത് റെസൊല്യൂഷൻ പാസ്സാക്കിയത് മാത്രമാണ്, കേരളം എന്നാക്കി എന്നുള്ളതാണ്. ദെൻ ടീസ്റ്റ റിവർ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിവറാണ് ടീസ്റ്റ. അപ്പോൾ ഈ ടീസ്റ്റയുടെ പ്രത്യേകത, ടീസ്റ്റ എന്ന് പറയുന്ന നദി സിക്കിമിലെ നദിയാണ്. ആക്ച്വലി സിക്കിമിലെ റിവറാണ് ടീസ്റ്റ. അത് ഗംഗയുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. ടീസ്റ്റയുടെ പ്രത്യേകത, വൺ ഓഫ് ദ മെയിൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ടീസ്റ്റ ഈസ് നോൺ ആസ് ദ ഫാസ്റ്റസ്റ്റ് റിവർ ഇൻ ഇന്ത്യ എന്നാണ് വിളിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദി. അതിന് ഒരു കാരണമുണ്ട്. ബിക്കോസ്
സിക്കിമിന്റെ ഒരു ജോഗ്രഫി എന്ന് പറഞ്ഞാൽ അതൊരു ഹില്ലി ടെറൈനാണ്, കുറച്ച് ഉയരം കൂടിയ മലനിരകൾ പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നദി ഒഴുകുന്നത് മുകളിൽ നിന്ന് താഴേക്കാണ്. ആൻഡ് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാലോ, നദി അങ്ങനെ ഒഴുകുകയാണെങ്കിൽ അതിന്റെ സ്പീഡ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഇവിടെ അതുമായിട്ട് ബന്ധമില്ല സിക്കിമുമായിട്ട്. ഇവിടെ വെസ്റ്റ് ബംഗാൾ ചീഫ് മിനിസ്റ്റർ മമതാ ബാനർജി എക്സ്പ്രസ്ഡ് സ്ട്രോങ് ഒബ്ജെക്ഷൻ to Indian Prime Minister Narendra Modi regarding the ongoing Teesta Farakka River talks with Bangladesh. Okay, Teesta Farakka River. ഫറാക്ക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബാരേജ് ഒക്കെ ഉണ്ട് ഗംഗാ നദിയിൽ, ഫറാക്ക. അപ്പൊ ഇത് during the Prime Minister's Sheikh Hasina's recent visit to India, both nations agreed to collaborate on conserving Teesta River and renewing the Farakka water sharing treaty set to expire in 2026. സോ 2026 അതിപ്പോ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം ഇത് ഷെയ്ഖ് ഹസീനയുമായിട്ട് നടത്തിയ എഗ്രിമെന്റ് ആയിരുന്നു, അല്ലെങ്കിൽ അതിന്റെ സൗഹൃദത്തിന് പുറത്താണ്. പക്ഷേ ഇപ്പോൾ ആ സൗഹൃദങ്ങളും എല്ലാം തന്നെ ഡിപ്ലോമാറ്റിക് ലെവലിൽ എന്തായി മാറിക്കഴിഞ്ഞു. ദെൻ ഓട്ടോമാറ്റിക്കലി വാട്ട് വിൽ ഹാപ്പൻ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ വെള്ളം ഇനി ബംഗ്ലാദേശിന് കൊടുക്കുമോ, ഓവർ വെള്ളം കൊടുക്കുമോ ഒന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ബംഗ്ലാദേശുമായിട്ട് ഇന്ത്യക്ക് ഇഷ്യൂ വന്നാൽ ഇന്ത്യ ചെയ്യാറുള്ളത് ഒന്നുകിൽ കൂടുതൽ വെള്ളം അവിടേക്ക് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുക. കൂടുതൽ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നുള്ള വലിയ 2 റിവേഴ്സ് ആണ് പോകുന്നത്, ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര. ഇതിലെ വെള്ളം മുഴുവൻ ബംഗ്ലാദേശിൽ പോയാൽ അവിടെ എന്താവും, വെള്ളപ്പൊക്കമാവും. അപ്പൊ അത്തരം സിസ്റ്റമാണ് ഇന്ത്യ. ചില കേസുകളിൽ എന്തെങ്കിലും ഡിപ്ലോമാറ്റിക് ഇഷ്യൂ വന്നാൽ വെള്ളം തുറന്നു കൊടുക്കും അവർക്ക്. അപ്പൊ തുറന്നു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ബേർഡനാണ്, കാരണം അത്രയധികം വെള്ളം അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യം വെള്ളത്തിലാവും. അപ്പോൾ അത്തരത്തിലുള്ള സിസ്റ്റമാണ് ചില കേസുകളിൽ. ഇപ്പോഴത്തെ രീതിയിൽ ഇതിൽ ഈ പറഞ്ഞ എഗ്രിമെന്റിൽ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ബിക്കോസ് ദ സിസ്റ്റം ഈസ് ചേഞ്ചിങ്. ഡിപ്ലോമാറ്റിക് റിലേഷനിലും ചേഞ്ച് വരുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് അറിയേണ്ടത് ടീസ്റ്റ റിവർ ഒറിജിനേറ്റ് ചെയ്യുന്നത് സിക്കിമിൽ നിന്നാണ് നമ്മൾ പറഞ്ഞു. ഇറ്റ് ഫ്ലോസ് സൗത്ത്വേർഡ് ത്രൂ സിക്കിം ഹിമാലയാസ് പാസിംഗ് ദ ടൗൺ ഓഫ് റാങ്പോ എന്ന് പറയുന്ന ടൗണിലൂടെ. ടീസ്റ്റ ഈസ് എ ഗ്ലേസിയർ ഫെഡ് റിവർ മച്ച് ലൈക്ക് അതർ ഹിമാലയൻ റിവേഴ്സ്. അതായത് ഗ്ലേസിയർ ഫെഡ് എന്ന് പറഞ്ഞാൽ ഗ്ലേസിയറിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്, മഞ്ഞുരുകി ഉണ്ടാവുന്ന വെള്ളം, നല്ല വെള്ളം. ദെൻ ട്രിബ്യൂട്ടറീസ് പറയുന്നുണ്ട്, ലെഫ്റ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ലാച്ചുങ് ചു, അതുപോലെ ചാഖുൻ ചു, അതായത് അതിന്റെ പേരുകളാണത് ട്രിബ്യൂട്ടറീസ്. റൈറ്റ് ബാങ്ക് ട്രിബ്യൂട്ടറീസ് ഇതുപോലെ സെമു ചു എന്നൊക്കെ പറഞ്ഞിട്ട്, ചു എന്നുള്ള പേരിലാണ് ട്രിബ്യൂട്ടറീസിൽ കൂടുതലുള്ളത്. ഓക്കെ, ആൻഡ് ഈ കോൺഫ്ലിക്റ്റ് പറയുന്നതാണ്, Teesta River water conflict remains a contentious issue between India and Bangladesh. Both countries seek equitable sharing of water. Teesta Barrage Dam plays a role in providing irrigation for the plains between Upper Patma and Jamuna rivers. So, ഇത് വാട്ടർ കൃത്യമായ രീതിയിൽ വെള്ളം ഷെയർ ചെയ്യുക എന്നുള്ള ഒരു മീനിങ്ങിലാണ് പറയുന്നത്. ബിക്കോസ് പൊതുവെ വെള്ളം കൂടുന്ന പ്രശ്നമാണ് ബംഗ്ലാദേശിനുള്ളത്. അപ്പൊ അത്ര വെള്ളം വേണ്ട എന്നാണ് ഒരു രീതിയിൽ പറയുന്നത്. ഓക്കെ, the next topic ആണ് Srinagar gets tag of World Craft City. അപ്പോൾ Srinagar has become 4th Indian cities organized World Craft City by World Craft Council 3 years after designated part of UNESCO Creative City. ഓക്കെ, അങ്ങനെ ഒരു പേര് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് കാരണമുണ്ട്. ഇപ്പോൾ ജയ്പൂർ, Malappuram and Mysore are the other cities have previously been recognized as World Craft Cities. അപ്പോൾ അതിൽ ഈ ചില സിറ്റികളിൽ ചില ക്രാഫ്റ്റ് വർക്കുകളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇതിന് ആ ഒരു റെക്കഗ്നീഷൻ ഒക്കെ കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഒരുപാട് അത്തരത്തിലുള്ള സിറ്റികളുണ്ട്, അത് നമ്മൾ റെക്കമെൻഡേഷൻ കൊടുക്കുന്ന പോലെയാണ് അതിന് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ശ്രീനഗർ വേൾഡ് ക്രാഫ്റ്റ് സിറ്റി എന്നുള്ള രീതിയിൽ കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഉപകാരം എന്ന് ചോദിച്ചാൽ, ഇന്റർനാഷണൽ ലെവലിൽ ഇത്തരം പ്രൊഡക്റ്റുകൾക്ക്, ശ്രീനഗറിൽ നിന്നുള്ള പ്രൊഡക്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് വരും. ശ്രീനഗറിൽ നിന്ന് നമ്മൾ പറയുന്ന കശ്മീരിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഷ്മീന എന്ന് പറയുന്ന ഷോള്, അല്ലെങ്കിൽ അത്തരത്തിൽ പിന്നെ കല്ലുകൊണ്ടുള്ള ചില ഓർണമെന്റ്സുകളുണ്ട്. സോ ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്രാഫ്റ്റ് വർക്കുകൾ കശ്മീരിലുണ്ട്. പ്രത്യേകിച്ച് കശ്മീരിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷോളാണ്. നമ്മൾ എപ്പോഴും പറയുന്ന പഷ്മീന എന്ന് പറയുന്ന ഷോള് വളരെ ഫേമസ് ആണ്. ആൻഡ് അതായത് ബൈ ക്രാഫ്റ്റ് വർക്ക് പ്രകാരം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കശ്മീരിലെ തനതായ സംഭവങ്ങൾ, നമ്മൾ എന്താണ് കുങ്കുമപ്പൂ പോലെയുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ നിന്ന് കിട്ടുന്ന, പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ. സോ ക്രാഫ്റ്റ് വർക്ക് വെച്ചിട്ട് ഇത്തരത്തിലുള്ള ക്രാഫ്റ്റ് ഒരുപാട് സംഭവങ്ങളുള്ളതാണ്. ഓക്കെ, അപ്പൊ അടുത്തത്
എനിമി ഏജൻസ് ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു ടേം ആണ്. അതായത് ജമ്മു കാശ്മീർ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് RS Swain said recently that those found assisting militants in Jammu and Kashmir should be tried by investigating agencies under the Enemy Agents Ordinance 2005. അപ്പോൾ അതൊരു വേറൊരു ഓർഡിനൻസ് ആണ്. അതായത് 2005 എനിമി ഏജന്റ് എന്നാണ് അതിനെ വിളിക്കുക. ആരെങ്കിലും മുൻപ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ല. അതായത് ഏതെങ്കിലും രീതിയിൽ ഏതെങ്കിലും വ്യക്തികൾ മിലിറ്റൻസിനെ, അവിടെയുള്ള തീവ്രവാദ സംഘടനകളെയോ അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റുകളെയോ സപ്പോർട്ട് ചെയ്തു എന്ന് കണ്ടുപിടിക്കപ്പെട്ടാൽ ദേ വിൽ ബി ട്രീറ്റഡ് അണ്ടർ ദിസ് സിസ്റ്റം. മുമ്പ് അങ്ങനെ ഒരു നിയമമൊന്നുമില്ല. ഇപ്പോൾ പറയുന്നതാണ് ദേ വിൽ ബി ട്രീറ്റഡ് അണ്ടർ എനിമി ഏജൻസ് ഓർഡിനൻസ്. ഇതിന്റെ പ്രത്യേകത, ദിസ് ഈസ് മോർ സ്ട്രിഞ്ചന്റ് ദാൻ ദ അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. നമ്മൾ UAPA എന്ന് പറയുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെയധികം കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു നിയമമാണ് UAPA. ഇതിനേക്കാൾ പവർഫുള്ളും സ്ട്രിഞ്ചന്റുമായിട്ടുള്ള ഒന്നായിട്ടാണ് ഈ പറയുന്ന എനിമി ഏജൻസ് ഓർഡിനൻസിനെ പറയുന്നത്. ബിക്കോസ് ഇറ്റ് ഹാസ് ദ പണിഷ്മെന്റ് ഐദർ എ ലൈഫ് ടൈം ഓർ എ ഡെത്ത് സെന്റൻസ്. സോ ഓക്കെ, മാക്സിമം എല്ലാ കേസുകളിലും ഡെത്ത് സെന്റൻസ് ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകത, ഈ ഒരു നിയമപ്രകാരം തീവ്രവാദത്തിനോട് സീറോ ടോളറൻസ് എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ സിസ്റ്റം എന്നുള്ളത് തെളിയിക്കുക കൂടിയാണ് ഇതിന്റെ അർത്ഥം. അതായത് ഏതെങ്കിലും വ്യക്തികൾ തീവ്രവാദത്തോടോ തീവ്രവാദികളോടോ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളോടോ അല്ലെങ്കിൽ മിലിറ്റൻസിനോടോ ഒക്കെ അനുകൂലത കാണിച്ചാൽ ഫ്രം ദ ജമ്മു കാശ്മീർ റീജിയൻ, അവിടെയാണ് ഇപ്പോൾ അത് നിലവിലുള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു കോൺസെപ്റ്റ് വന്നാൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന നിയമമായിരിക്കും ഏത്, ഈ പറയുന്ന എനിമി ഏജൻസ് ഓർഡിനൻസ് 2005. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഇഷ്യൂ ചെയ്തത് 1917 ബിഫോർ ഇൻഡിപെൻഡൻസ് ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ പുതിയതല്ല. ആൻഡ് ഇറ്റ് ഈസ് റെഫർഡ് ടു ആസ് എൻ ഓർഡിനൻസ് ഇറ്റ്സ് ലോസ് മെയ്ഡ് ഡ്യൂറിംഗ് ദ ഡോഗ്ര റൂൾ വേർ കോൾഡ് ഓർഡിനൻസ്. അന്ന് തൊട്ടേയുള്ള സംഭവമാണ്. പിന്നീട് ഇത് പല കാലങ്ങളിലൂടെ വന്ന് ഇപ്പോൾ നിൽക്കുന്നത് 2005 ദെൻ അതിനുശേഷം വന്ന കുറെ നിയമങ്ങളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. അതായത് ട്രഡീഷണൽ ഫോറസ്റ്റ് ഡ്വെല്ലേഴ്സ് ആക്ട് ഉണ്ട് 2006. സോ ഇതെല്ലാം ഇതിന്റെ പരിധിയിൽ തന്നെ വരുന്ന ചില കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഇത് നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. സോ ഇന്ത്യയിൽ ബാങ്കുകളിൽ നമ്മൾ ലോൺ കൊടുക്കുമ്പോൾ എന്തുണ്ട്, ലോണിന് മാത്രമല്ല നമുക്കറിയുന്നതാണ് മുൻഗണനാ വിഭാഗം എന്നുള്ള കോൺസെപ്റ്റാണ്. ഈ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിൽ ബാങ്കുകൾക്ക് റെസ്ട്രിക്ഷൻ, നിയന്ത്രണങ്ങളുണ്ട്. ബാങ്കുകളോട് പറഞ്ഞിട്ടുണ്ട് യു ഷുഡ് പ്രൊവൈഡ് ദ മണി ലോൺ ടു ദ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് ഇൻ എ പ്രയോറിറ്റി മാനർ. അപ്പോൾ ഒരു ഓർഡർ ഉണ്ട് അതിന്, കർഷകർ അല്ലെങ്കിൽ ചെറുകിട വ്യക്തികൾ. സോ ഇങ്ങനൊരു ഓർഡർ ഉണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലി ഏബിൾഡ് അല്ലെങ്കിൽ സഹായം ആവശ്യമുള്ളവർ, ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ഒരു ലിസ്റ്റ് ഉണ്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന്. ഈ വ്യക്തികൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നവർക്ക്, മേഖലയിൽപ്പെട്ടവർക്ക് കൊടുക്കണം എന്നുള്ളതാണ്. ലോൺ എന്തായാലും കൊടുത്തിരിക്കണം. അത് മൊത്തം കൊടുക്കുന്ന ലോണിന്റെ നിശ്ചിത ശതമാനം വേണം എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ന്യൂസ് വരാനുള്ള കാരണം RBI റിവൈസസ് പ്രയോറിറ്റി സെക്ടർ നോംസ് എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് RBIയുടെ പുതിയ നോംസ് എന്ന് നോക്കാം. അതിൽ പറയുന്നതാണ് പ്രയോറിറ്റി സെക്ടർ റിഫേഴ്സ് ടു ദോസ് സെക്ടേഴ്സ് വിച്ച് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആൻഡ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൺസിഡർ ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഫോർമലൈസ് ചെയ്ത് 1972 എന്നാൽ ഇപ്പൊ പറയുന്നതാണ് സം കാറ്റഗറീസ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ആർ അഗ്രികൾച്ചർ, മൈക്രോ, സ്മോൾ, മീഡിയം, എക്സ്പോർട്ട്, ഇതൊക്കെ വരുന്നു. ബാങ്ക്സ് ഹു ഹാവ് നോട്ട് അച്ചീവ്ഡ് ദെയർ PSL ടാർഗറ്റ് ക്യാൻ അച്ചീവ് ദെയർ PSL ടാർഗറ്റ് ബൈ പർച്ചേസിംഗ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് സർട്ടിഫിക്കറ്റ്സ്. ദിസ് മെക്കാനിസം അലൗസ് ബാങ്ക്സ് ടു ഹാവ് സർപാസ്ഡ് their PSL targets to sell their excess lending to other banks that have not met their target. അപ്പോൾ അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പോൾ എല്ലാ ബാങ്കുകളും ഇത് പറയാൻ എളുപ്പമാണെങ്കിലും മിക്കവാറും ചില കേസുകളിലൊന്നും ഇത്തരത്തിലുള്ള ലോണുകൾ സെൻഡ് ആവില്ല. പക്ഷെ അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് റിസർവ് ബാങ്ക് റൂൾ വെച്ചിട്ടുള്ളതാണ്. പ്രയോറിറ്റി സെക്ടറിന് കൊടുത്തിരിക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കാൻ പറ്റാത്ത ബാങ്കുകൾ എന്ത് ചെയ്യും, അവരുടെ ഫണ്ട് അവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന പർച്ചേസിംഗ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് ഈ പണം കൊടുക്കാം. അതായത് ഒരു ബാങ്ക് ആ സർട്ടിഫിക്കറ്റ് നമുക്ക് തരും. ആ ബാങ്കിന് പണം ആവശ്യം ഉണ്ടാവും. അവരുടെ ചിലപ്പോൾ അവർ കൊടുത്ത് കയ്യിലുള്ള പണമെല്ലാം തീർന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള ലോൺ പ്രയോറിറ്റി സെക്ടറിനായിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ കൊടുക്കാം. അതായത് അപ്പോൾ അവരുടെ ടാർഗറ്റും അച്ചീവ് ചെയ്തു, അവർക്ക് കൊടുക്കാൻ പറ്റിയെന്നില്ല, പക്ഷെ വേറെ ബാങ്കിലൂടെ അവർ നടപ്പിലാക്കി എന്നുള്ളതാണ്. അപ്പൊ അതാണ് അതിൻ്റെ ഒരു പുതിയ കോൺസെപ്റ്റ്. മാത്രമല്ല
RBI ഇതിന്റെ ഗൈഡ് ലൈൻസ് പുതുക്കിയിട്ടുണ്ട്. ഗൈഡ് ലൈൻസ് മാറ്റുന്നത് അതാണ് മോണിറ്ററിംഗ്. അതായത് ബാങ്ക്സ് ടു required to submit quarterly and annual report on priority sector. RBI monitors and ensures compliance with the PSL guidelines. അപ്പോൾ അത് വളരെ നോർമൽ ലെവലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ പോകുന്ന ഒന്നാണ്. അതായത് എന്തായാലും എന്ത് ചെയ്തിരിക്കണം, പ്രയോറിറ്റി സെക്ടർ കൊടുത്തിരിക്കണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവിടെ സ്ട്രിഞ്ചൻ്റ് ആണ്. റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് കൊടുക്കണം. ഇതെല്ലാം ഇതിൽ ഈ പറയുന്ന റൂളിൽ വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് അത്രയേ ഉള്ളൂ. പക്ഷെ അത് ഇപ്പോഴത്തെ രീതിയിൽ അതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് നടപ്പിലാക്കാൻ വേണ്ടി റിസർവ് ബാങ്ക് തന്നെ ചെറിയൊരു റിവൈസ് ചെയ്തിരിക്കുകയാണ് റൂള്. ഓക്കെ.